بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله المولان العظيم. And of his signs is this: he created for you partners from yourselves, that he might find rest in them, and he ordained between you love and mercy. Lo, herein indeed are signs for folk who reflect. Assalamu alaikum wa rahmatullahi wa barakatuh. Dear friends, welcome to the second EMF webinar in 2025. Let me start with an apology to those who could not log in to the last webinar. Inshallah, EMF will consider using the paid version of Google Meet from the next program. Today's topic is a simple yet basic secret for mental peace and fulfillment. It is nothing but a relationship that we make with our spouse. The verdict that was passed recently in the Sharon murder case goes like this. There was an observation from the court that we cannot trust anyone who loves us. This is but a sad reality in the society that we live today. Alhamdulillah, today we have Dr. Abdul Latif, a dentist by profession, and also a qualified psychologist and a relationship coach. He will expound to us the basic secrets of married life in Islam. I hereby invite Latif sir for the talk. Assalamu alaikum warahmatullahi wabarakatuh. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? വ്യക്തമായിട്ട് ക്ലിയർ ആണ്? ഓക്കെ, ഇന്നത്തെ ടോക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇടയ്ക്ക് ഇടപെടണം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം, എന്നെ തിരുത്തണം. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മുടെ പ്രസന്റ് സിനാരിയോ ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് വിളിച്ചു പറയുന്നതിനെ കുറിച്ച് ഡോക്ടർ അബ്ദുറഹ്മാൻ ഇപ്പോൾ പറഞ്ഞു. എനിവേ, ഞാൻ സ്ട്രേറ്റ് അവേ ടോപ്പിക്കിലേക്ക് കടക്കാം. എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ളത്, എൻ്റെ മുന്നിലിരിക്കുന്നതിലെ 90% ആളുകളും പ്രൊഫഷൻസ് ആണ്. ആ പ്രൊഫഷൻസിന്റെ ഫാമിലി ലൈഫിൽ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ് ഒരു ഡെന്റിസ്റ്റ് ബൈ പ്രൊഫഷൻ ആൻഡ് സൈക്കോളജിസ്റ്റ് ബൈ പാഷൻ എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇറ്റ്സ് എ റിയാലിറ്റി. ആൻഡ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് എവിടെയാണ് ആൻസർ തപ്പിക്കൊണ്ടിരിക്കുക ജനങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മളെ അടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് അപ്ലിക്കേഷൻ ഇൻ അവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിലേക്കാണ് ഞാൻ ഇന്ന് ആക്ച്വലി പോകുന്നത്. ഒരു പ്രാക്ടിക്കൽ ഫാമിലി ലൈഫിൽ നമുക്കുള്ള കുറച്ച് ടിപ്സ് മാത്രമാണെന്ന് ഷെയർ ചെയ്യാൻ നമ്മുടെ ഈ സമയം കൊണ്ട് സാധിക്കാം. ഇൻഷാ അല്ലാഹ്, നമുക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു വൺ ഡേ ഫാമിലി ആയിട്ട് ഇരിക്കണേ നമുക്ക് ഇരിക്കാം. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഒരു നാഫിയ ഇൽമായി കൊണ്ട് നമുക്ക് ലഭിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിക്കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാൻ എൻ്റെ സ്ലൈഡിലേക്ക് കടക്കാം. സ്ലൈഡ് പ്രസന്റേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറയണൊക്കെ കാണുന്നുണ്ടോ എന്ന് പറയണം, ഞാൻ ചോദിക്കേണ്ടത്.
കാണുന്നുണ്ട്. എവറിത്തിങ് ഈസ് ക്ലിയർ, റൈറ്റ്? യെസ്. അപ്പോൾ സ്ലൈഡ് ക്ലിയർ ആണ്, സൗണ്ട് ക്ലിയർ ആണ്. ഇൻഷാല്ല നമ്മളെ മൈൻഡും കൂടി ക്ലിയർ ആക്കി വെക്കാം. ആൻഡ് ബിലീവ് മീ, എന്നേക്കാൾ കൂടുതൽ ഫാമിലി ലൈഫ് അറിയുന്ന ആളുകളായിരിക്കും എൻ്റെ മുന്നിൽ ഒരു പക്ഷേ ഉണ്ടാവുക. ഞാൻ കല്യാണം കഴിച്ചിട്ട് 25 വർഷത്തെ ഫാമിലി ലൈഫാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ളത് ഒരു കംപ്ലീറ്റ് ദീനിന്റെ ഒരു സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് ഹലോ ഷാമോ, അതിലെന്താ സൗണ്ട് വരാത്തത്? അതൊന്ന് മ്യൂട്ട് ചെയ്യോ? നിങ്ങളവിടെ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ശരി, ഇൻഷാല്ലാ. അപ്പം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഫാമിലി ലൈഫുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്, നമ്മുടെ മക്കളുടെ ഹാപ്പിനെസ്, നമ്മുടെ ചുറ്റും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ ഹാപ്പിനെസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയാറുള്ള ഒരു ആൻസർ ഉണ്ട്. അത് ഇതാണ്: അത് ബാലൻസ് ചെയ്യണമെന്ന്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സാധ്യമായ ഒരു കാര്യമല്ല. ഇത് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു തുലാസിൽ 2 സാധനങ്ങൾ വെച്ചിട്ട് ഈക്വൽ വെയിറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് ബാലൻസ്ഡ് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ ഇത് താഴുകയും ഇത് പൊന്തുകയും ചെയ്യും. നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസും ഫാമിലിക്ക് വേണ്ട നിങ്ങളുടെ ടൈമോ അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ടോ കൂടുതൽ ഡെവോട്ട് ചെയ്യേണ്ട സമയം വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് കുറക്കേണ്ടി വരും. അപ്പോൾ ലൈഫിൽ ഇത് രണ്ടും ഒരേപോലെ ഇങ്ങനെ തൂക്കം ഒപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല ഭയങ്കര സ്ട്രെസ്ഫുള്ളും ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫഷണൽ സ്കില്ലോ അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ടോ ഒക്കെ നന്നായിരിക്കുമ്പോൾ തന്നെ അവരറിയാതെ അവരിലേക്ക് കയറി വരികയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് സ്ട്രെസ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഗതി വലിയൊരു ടോപ്പിക്കായിട്ട് ലോകത്ത് വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ ഫാമിലി ലൈഫിലെ സ്ട്രെസ് ആണ് ഇപ്പൊ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇൻട്രൊഡക്ഷൻ തന്നെ പറയാണ്, ഇത് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം വർക്കാണ്. വർക്കിൻ്റെതായിട്ടുള്ള ലോഡും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഫാമിലിയാണ്, അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കണം, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ വെയിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് മൈ ലൈഫ് പാർട്ട്ണർ ഇസ് എ ഡെന്റിസ്റ്റ്. ഐ എം എ ഡെന്റിസ്റ്റ്, മൈ ലൈഫ് പാർട്ട്ണർ ഇസ് എ ഡെന്റിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പുള്ളിക്കാരത്തേക്ക് കുറേയും കൂടി ഞാൻ പറയുന്നത് മനസ്സിലാക്കാനോ അല്ലെ എന്റെ വർക്ക് ലോഡിനെ കുറിച്ച് മനസ്സിലാക്കാനോ പുള്ളിക്കാരത്തിന്റെ വർക്ക് ലോഡിനെ കുറിച്ച് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കുന്നതായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇത് സാധിച്ചോളണം എന്നില്ല. അതുകൊണ്ട് സയന്റിഫിക്കലി പറഞ്ഞാൽ ദ ബെസ്റ്റ് സൊല്യൂഷൻ ഈസ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈഫിനെ കുറിച്ചാൽ നിങ്ങൾ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഒരു സൈഡിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഫാമിലിയെ, മക്കളെ, ഉമ്മാനെ, ഉപ്പാനെ ഒക്കെ നിങ്ങൾ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ നേരെ തലക്ക് മുകളിൽ കിടക്കുന്നത് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ വർക്കുമാണ്. അതിനെ നേരെ ചെവി കൊണ്ടുപോയാലേ നിങ്ങളുടെ കാര്യം നടക്കുള്ളൂ. ഇപ്പുറത്ത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. അതും ബാലൻസ്ഡ് ആവണം. നമുക്കറിയാലോ, നമ്മുടെ ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി എത്ര കണ്ട് നമ്മുടെ OP-യിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊസീജിയറിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമ്മളെ പഠിപ്പിച്ച് വലുതാക്കി ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പാരന്റ്സ് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റി നമ്മളിൽ നിന്ന് കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റി നമ്മുടെ കാര്യത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്, നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്, നമ്മുടെ ഫാമിലി കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്, നമ്മുടെ സ്വന്തം ഹെൽത്തും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെ എല്ലാം തൂക്കം ഒപ്പിച്ച് കൊണ്ടുപോവുകയല്ല വേണ്ടത്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പസിൽ ഗെയിംസിലൊക്കെ നമ്മൾ എന്താ ചെയ്യാറ്, പല ഷേപ്പിലുള്ള സാധനങ്ങളായിരിക്കാം. ഇതിനെ മറ്റൊന്നിലേക്കുള്ള സ്പേസിലേക്ക് അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് അതിനെ എല്ലാം കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മുടെ ഫാമിലിയും നമ്മുടെ വർക്കും ഡിഫറെന്റ് എൻറ്റിറ്റി ആണെങ്കിലും അത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നുക അതൊരു ലോഡായിട്ടാണ് തോന്നുക.
റിയലി ഒരു ലോഡായിട്ടാണ് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ 30 years ആയിട്ട്, ഇപ്പൊ ഈ November 1 വന്ന് ഞാൻ 30 years ആയിട്ട് പ്രാക്ടീസിലുണ്ട്. ഞാൻ സെയിം ക്ലിനിക്കിനകത്ത് സെയിം ചെയറിനകത്ത് 30 കൊല്ലം ഇരിക്കുന്ന ആളാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ സാധിക്കുന്നത്. അതും എന്റെ വർക്കിംഗ് ഏരിയ ഓറൽ ക്യാവിറ്റി, വെരി ലിമിറ്റഡ് സംഭവങ്ങളാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ വർക്ക്സും കുറേ കാര്യങ്ങളും കുറേ സാധനങ്ങളും നമുക്ക് കാണാനും ചെയ്യാനും ഉണ്ട്. ബോറടിക്കില്ലെന്ന്. ഞാൻ എൻ്റെ ഓരോ വർക്കിനെയും ഓരോ പേഷ്യന്റിനെയും എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊരിക്കലും ഒരു ബോറിംഗ് ആയിട്ട് തോന്നാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഫാമിലിയെയും നമ്മുടെ വർക്കിനെയും ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്ത്, എത്രയോ മെഡിക്കൽ പ്രൊഫഷണൽസ് നാട്ടുകാരെയൊക്കെ നന്നായിട്ട് ഉപദേശിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ സ്വന്തം ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഈ ക്രൗഡിന്റെ അടുത്ത് ഇതിനകത്ത് ഡയബറ്റീസ് ഉള്ള ആളുകൾ ഒന്ന് കൈപൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര ശതമാനം വരാൻ സാധ്യതയുണ്ടെന്ന്. കാർഡിയക് പ്രോബ്ലം ഉള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾ ഒക്കെ ഈ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കൂടുതൽ നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളത് റിയാലിറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അറിയാണ്ടല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ സ്ലീപ്പ് ടൈം, നമ്മൾ എത്ര മണിക്കൂർ കാമൻ കൂളായിട്ട് ഉറങ്ങുന്നുണ്ട്, ആ സ്ലീപ്പിന്റെ ക്വാളിറ്റി എത്രയുണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണെന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് സൊസൈറ്റിയോട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കമ്മ്യൂണിറ്റി നമ്മളിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇതിനെല്ലാം നമുക്ക് സമയം വേണ്ടേ? നമുക്ക് സമയം ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോവുകയും നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാനോ നമ്മളോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനോ അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാനോ അവരുടെ ആങ്സൈറ്റി ഒന്ന് തുറന്നു വെക്കാനോ അവരുടെ മുമ്പിൽ അവരുടെ ഭർത്താവിനെ കിട്ടുന്നില്ല, അവരുടെ ഭാര്യയെ കിട്ടുന്നില്ല എന്ന് പറയുന്ന പുതിയ ലോകത്തിന്റെ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ അങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് ആക്ച്വലി ഇതിനെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ ചുറ്റുമുള്ള ഒരു ലോകത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇതിന്റെ ഇടയിലാണ് ചിലപ്പോൾ ബോംബ് പൊട്ടുക. ഇതിന്റെ ഇടയിൽ ബോംബ് പൊട്ടുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത്? ഒരുപാട് ഭർത്താക്കന്മാർ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ഇറ്റ്സ് ഓൺലി ഫോർ യു. എന്നിട്ട് യു ആർ നോട്ട് ഗിവിംഗ് മീ ഹാപ്പിനെസ്. യു ആർ നോട്ട് ഗിവിംഗ് മീ ഹാപ്പിനെസ്. ആൻഡ് ബിലീവ് മീ, ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ മേക്ക് അതേഴ്സ് ഹാപ്പി. നിങ്ങളെ ഹാപ്പി അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, നിങ്ങളുടെ വർക്ക് ലോഡ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ, നിങ്ങൾ സ്ട്രെസ്ഫുൾ ആണ്, ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ടെൻഷനിലാണ്, നിങ്ങൾക്ക് അതിന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് നിങ്ങൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ നിൽക്കുന്നതോട് അന്നത്തെ ദിവസം അവിടെ കൊളായി. പലപ്പോഴും പല വീട്ടിലും പാരൻസിനോട് സംസാരിക്കാൻ മക്കള് ഇങ്ങനെ നോക്കും, എന്താണെന്ന് ഉപ്പച്ചിയുടെ മൂഡ് എങ്ങനെയുണ്ട്, എങ്കിലേ അവർ പറയൂ, അല്ലെങ്കിൽ പറയില്ല. സി, നമ്മൾ ബേസിക്കലി നമ്മളെ പ്രൊഫഷനെയും നമ്മുടെ ഫാമിലിയെയും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫഷനിലെ ആ ഹെൽത്തും പ്രൊഫഷന്റെ നല്ല അവസ്ഥയും ഫാമിലിയുടെ നല്ല അവസ്ഥയും ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ബേസിക്കലി നമ്മുടെ ഇന്റേണൽ എനർജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് യു ആർ ഹാപ്പി, നിങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു, വൈഫിനോട് പറയണോ, എൻ്റെ വൈഫിന്റെ പേര് ജന്ന എന്നാ, ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നു, ജന്ന ഒരു കാപ്പി എടുത്തേ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അവളെ സംബന്ധിച്ചിടത്തോളം അവളെ കൈകൊണ്ടുള്ള ഒരു കാപ്പി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. നേരെ മറിച്ച് ജന്ന ഒരു കാപ്പി തന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ടോൺ പോലും മാറുമ്പോൾ അവൾക്കത് സങ്കടമായിട്ട് മാറും. ഇത് എൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ് അനുസരിച്ചാണ് അത് അവിടെ റിഫ്ലക്ട് ചെയ്യുക. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ എത്രയോ സുഹൃത്തുക്കൾ, എത്രയോ ഫാമിലികൾ പുറത്തു നോക്കുമ്പോൾ വളരെ നല്ല മനുഷ്യൻ, വളരെ നല്ല സ്ത്രീ, നാട്ടുകാർക്കൊക്കെ ഗുണമുള്ള ആളുകൾ, അയൽവാസികൾക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ, എന്തൊരു നല്ല ഡോക്ടറാ, എന്തൊരു നല്ല മനുഷ്യനാ, എന്തൊരു നല്ല ചേച്ചിയാ എന്നൊക്കെ അയൽവാസികൾ പറയുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ അവരോടാണ് ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് അവർ കാണുന്നത്. പക്ഷെ അവരുടെ വീട്ടിൻ്റെ അകത്തെ ഉള്ളിലെ അവസ്ഥ പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഞാൻ എല്ലാവരുടെയും കാര്യം ജനറലൈസ് ചെയ്യല്ല കേട്ടോ, ഒരു എക്സാമ്പിൾ പറയണം. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചാൽ മതി, എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. നിങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് മോശമായിട്ട് പെരുമാറുന്ന ആളല്ല. നിങ്ങളുടെ സബോർഡിനേറ്റ്സിനോട് നല്ല രീതിയിൽ പെരുമാറുന്നു, നിങ്ങളുടെ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറുന്നു, നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾ ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പുരുഷനാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യ ആവട്ടെ, ആസ്ക് യുവർ സെൽഫ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും മോശമായിട്ട് പെരുമാറാറ് ആരോടാണ്? ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്. അത് സ്വന്തം ഭാര്യയോടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ടൈം ഫോർ യു ഫോർ കറക്ഷൻ.
അല്ല ഭാര്യയ്ക്ക് തോന്നുന്നുണ്ട് ഞാൻ എല്ലാ ആളുകളോടും നന്നായിട്ടാണ് പെരുമാറുന്നത്, എൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, ഹാർഷായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭർത്താവിനോടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആൻഡ് ദിസ് ഇസ് ദ ടൈം ഫോർ യു ടു തിങ്ക് ആൻഡ് ദിസ് ഇസ് ദ ടൈം ഫോർ യു ടു ചേഞ്ച്. ബിക്കോസ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൈഫ് പാർട്ട്ണറോടാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പെരുമാറേണ്ടത് എന്നാണ്. എന്ന് മാത്രമല്ല, ഇതിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് കൂടി ഞാൻ പറയാം. ഇത്തരത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് ഒക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും ഇന്നസെന്റ് ആയ നമ്മുടെ മക്കൾ ഇതൊക്കെ കാണാം. അള്ളാന്റെ ദീനിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോക്ക് യുവർ റൂം ആൻഡ് ടോക്ക്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ക്വാറലിംഗ് പാടില്ല. അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുകയും അതൊരു റിപ്പീറ്റഡ് ഹിസ്റ്ററി ആയിട്ട് വരുമ്പോൾ ഒരുപാട് വീടുകളിൽ ഇതുപോലെ മക്കള് അപ്പുറത്ത് ഫാദറും മദറും തമ്മിൽ ക്വാറൽ ചെയ്യുന്ന കണ്ട് സങ്കടപ്പെട്ട് അവരുടെ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങി ജീവിച്ചു വളർന്നു വരുന്ന മക്കളുണ്ട്. ഇത് ഈ സൊസൈറ്റീനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നേരത്തെ ഈ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് വളരെ എന്താ പറയാ, വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന വിഷയം, ഇന്നലെ അതിന്റെ കോർട്ട് വെഡിക്റ്റ് വന്ന സംഭവം ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ. ഇതൊരു സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനാണ്. ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത്. അതൊരു സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീന് കൊണ്ട് ഒരു ഫാമിലിയെ ബിൽഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ആ സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് നമ്മുടെ മക്കള്. അവരുടെ മെന്റൽ ഹെൽത്തും അവരുടെ ഇമോഷൻസും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് അടുത്ത ജനറേഷൻ നന്നാവുകയുള്ളൂ. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ ഹദീസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ? എന്താണ് വിശ്വാസം പരിപൂർണമായ ഒരാള് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്യാരക്ടർ ഉള്ള ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആൻഡ് നിങ്ങളിൽ ഏറ്റവും നല്ല ആളാരാണ്? ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ആളുകളിൽ ഡോക്ടർ എത്ര ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് നമ്മൾ എത്രയാണ് ഡോക്ടർ അബ്ദുറഹ്മാൻ? 100 ആളുകൾ ഇപ്പോ എന്നോട് എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 100 ആളുകളോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് എന്നറിയാൻ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ പറയാണ്, ആഫ്റ്റർ ദിസ് ക്ലാസ് ഐ എം ഗോയിങ് ടു ഗിവ് ബിഗ് പ്രൈസ് ഓഫ് 10 lakh rupees. ഈ 100 ആളിൽ ഒരാൾക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഇത് ആർക്കാ കിട്ടാൻ പോണേ, എനിക്ക് കിട്ടുവാണോ എന്ന്? എങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം വേണ്ടേ? ഏറ്റവും നല്ല ആള്, നിങ്ങളിൽ ഏറ്റവും നല്ല ആള്, ഈ 100 ആളിൽ മാത്രമല്ല ഈ ലോകത്തിലെ ഈ സൊസൈറ്റിയിലെ ഏറ്റവും നല്ല ആൾ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്നു. അതാരാണ്? ബെസ്റ്റ് ടു ദേർ വുമൻ. അവരുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാ. നെഞ്ചത്ത് കൈവെക്ക്, എന്നിട്ട് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറഞ്ഞിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഞാനും തമ്മിൽ എത്ര അകലമുണ്ട്. എനിക്ക് ജനങ്ങളുടെ മുന്നിൽ നല്ല പേരുണ്ട്, നല്ല പ്രശസ്തിയുണ്ട്, നല്ല അംഗീകാരമുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇസ്ലാം ഫാമിലി ലൈഫിലെ ഫണ്ടമെന്റൽ ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. കാരണം അതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മളെ വീടൊക്കെ ഉണ്ടാക്കി, നമ്മുടെ വീടിന്റെ മുറ്റത്ത് ചെടികളൊക്കെ വളർത്തി ഇതുപോലെ പൂക്കളൊക്കെ വന്നാൽ കാണാൻ ഭയങ്കര രസമാണ്. And we cultivate and we nurture a lot of things in our family, in our home garden. And believe me, my dear friends, നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ വീടിന്റെ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ ഏറ്റവും അധികം കൾട്ടിവേറ്റ് ചെയ്യുകയും വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള മേഴ്സി ആൻഡ് കൈൻഡ്നസ് ആണ്. അതാണ് എല്ലാത്തിനും ശിഫ നൽകുന്ന ഒരു സംഗതി. നമ്മൾ നമ്മുടെ വൈഫിനോട്, നമ്മുടെ സ്പൗസിനോട്, വെദർ ഇറ്റ് ഇസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൈൻഡ് ആൻഡ് മേഴ്സിഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ബിക്കോസ് അതാണ് ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം രണ്ടുപേരും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം, ക്വൈറ്റ് നാച്ചുറൽ ആണ്. പക്ഷെ അവിടെ നമ്മൾ വിട്ടുവീഴ്ചയോടുകൂടി മേഴ്സിഫുൾ ആയിട്ട് പെരുമാറുമ്പോഴാണ് അവിടെ ഒരു ക്യൂർ ഉണ്ടാവുള്ളൂ. ഇല്ലേ ബ്രേക്ക് ഡൗണിലേക്കാണ് കാര്യങ്ങൾ പോകുക. സോ ഇപ്പോൾ നമുക്കറിയാലോ, പ്രൊഫഷണൽ ലൈഫുള്ള ഒരുപാട് ആളുകൾ ഡിവോഴ്സ്ഡ് ആവുന്ന മഹല്ലുകളിലൊക്കെ ഇങ്ങനെ കെട്ടുകണക്കിന് ഫയലുകൾ കയറിയിരിക്കുന്ന കാലഘട്ടം. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിച്ച് ഈസ് ഗോയിങ് ടു ബിൽഡ് എ സൊസൈറ്റി ഇൻ ദ പ്രോപ്പർ വേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വിട്ടുവീഴ്ച, കൈൻഡ് ആണ്, മേഴ്സി ആണ്, അങ്ങനെ ജീവിക്കുമ്പോൾ
വാട്ട് ഹാപ്പൻസ് എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്നേഹം നമുക്ക് കിട്ടും. അള്ളാന്റെ സ്നേഹവും അള്ളാന്റെ കാരുണ്യവും നമുക്ക് കിട്ടും. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന റബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന്, നിങ്ങളെ സ്നേഹിക്കണമെന്ന്, നിങ്ങളെ ലവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഷുഡ് ബി കൈൻഡ് ആൻഡ് മെർസിഫുൾ ടു യുവർ സ്പൗസ്. അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സംഗതിയാണ്. അതിന്റെ റിവാർഡ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ്സ് അള്ളാഹ്സ് ലവ് ആൻഡ് മേഴ്സി. അത് നമുക്ക് അതിന്റെ വാല്യൂ എത്ര നമുക്ക് പറയാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു കനിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ when they look at each other with love, സ്നേഹത്തോടു കൂടി നോക്കുകയാണ് എങ്കിൽ അള്ളാഹ് ലുക്സ് അറ്റ് ബോത്ത് ഓഫ് ദം വിത്ത് മേഴ്സി. അള്ളാന്റെ നോട്ടം അവരിലേക്ക് മേഴ്സിഫുൾ ആയിട്ടാണ് കിട്ടുക. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസം, ആ ഹണിമൂൺ പീരീഡ്, വളരെ ലവബിൾ ആയിട്ട്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, ഭയങ്കര കൈൻഡ് ആൻഡ് ഡീസന്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിരുന്ന ആ ഒരു കാലഘട്ടം, യു ഹാവ് എൻജോയ്ഡ് ഇറ്റ്. എല്ലാം ഭയങ്കര കൂളായിരുന്നു. ബിക്കോസ് നിങ്ങൾ പരസ്പരം നോക്കുന്നത് സ്നേഹത്തോടെ ആയിരുന്നു. അപ്പോൾ അള്ളാന്റെ മേഴ്സി നിങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സ്നേഹം ഇങ്ങനെ കുറഞ്ഞു വന്ന് വീട്ടിൽ കയറുമ്പോൾ സലാമും ഇല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയും ഇല്ല, ശൈത്താൻ അവിടെ കുടിയേറി ആകെ ഗുലുമാൽ ഉണ്ടാക്കുന്ന കാലഘട്ടം വരുന്നതോടുകൂടി നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നമുക്ക് മേഴ്സി എടുത്തു കളയുന്നതോടുകൂടി നമുക്കിവിടെ പ്രോബ്ലംസ് ആണ് തുടങ്ങുന്നത്. നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബിലീവ് മീ, ആൻഡ് ദ ബുക്ക് ഓഫ് അള്ളാഹ് ആൻഡ് ദ റിലീജിയൻ ഓഫ് അള്ളാഹ്, അതൊരു വേ ഓഫ് ലൈഫാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്, അതിന്റെ റിസൾട്ട് ഫ്രൂട്ട് അനുഭവിക്കുമ്പോഴാണ് റിയലി അത് നമുക്ക് മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ ആരാന്ന് പറയും? ഭയങ്കര സ്റ്റബേൺ ആയിട്ട് ക്വാറല് ചെയ്യുന്ന ആളുകൾ, ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടി കച്ചറ ഉണ്ടാക്കുക, തല്ലുകൂടുക എന്ന് പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അള്ളാഹ് തീരെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. ഐ വിൽ ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ്. നമ്മൾക്ക് ഒരു ആർഗ്യുമെന്റ്, നമ്മുടെ വൈഫിനായിട്ടൊരു ആർഗ്യുമെന്റ് വരികയെന്ന് വെച്ചോളൂ. നമുക്ക് നമ്മുടെ ഭാഗം ശരിയാണെന്ന് 100% നമുക്കറിയാം, അല്ലെങ്കിൽ വൈഫിന് അറിയാം വൈഫിന്റെ ഭാഗം 100%. ഇതൊന്നും നിങ്ങൾ വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഞാനതിൽ പറയാണ്, ഇറ്റ് ഈസ് നമ്മുടെ ഭാഗം പ്രൂവ് ചെയ്തേ അടങ്ങൂ. ഞാൻ ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്, എൻ്റെ വൈഫ് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അവൾ എന്നോട് ആർഗ്യൂ ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടി, അവസാനം വിജയശ്രീലാളിതനായിട്ട് മാറാൻ വേണ്ടി നമ്മൾ വാക്കുകൊണ്ടോ മറ്റു രീതിയിലോ ആർഗ്യൂ ചെയ്ത് ജയിക്കേണ്ട യാതൊരു ആവശ്യം ഫാമിലിയിലില്ല. They should remember to give up for the sake of the well-being of their marriage. നമ്മുടെ ഫാമിലി വെൽബീയിങ്ങിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും. നിങ്ങൾ പറയുന്നത് ശരിയാന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങളുടെ വൈഫ് അത് സമ്മതിക്കുന്നില്ല. ഡോണ്ട് കീപ്പ് ഓൺ ആർഗ്യൂവിങ്. എന്നിട്ട് നിങ്ങൾ അവസാനം ഒരു വിക്ടറി സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെച്ചം കിട്ടാൻ പോണില്ല എന്ന് മാത്രമല്ല, അത് ഫാമിലിയുടെ ഇന്റഗ്രിറ്റിയെ ബാധിക്കും. വേണ്ടത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്, മിണ്ടാതിരിക്കുക, ഓക്കെ ഫൈൻ, അവിടെ ആർഗ്യുമെന്റിന് പോവാതിരിക്കുക. എന്താ ഗുണം എന്നറിയോ? അല്ലാഹ് പ്രോമിസസ് എ ഹൗസ് ഇൻ ജന്ന ഫോർ വൺ ഹു ഡ്രോപ്സ് ആർഗ്യൂവിങ് ഈവൻ ദോ ഹി ഈസ് റൈറ്റ്. ഞാൻ ഇത് ഫ്രം ഖുർആൻ ആൻഡ് സുന്ന അത് കണ്ടൻസ് ചെയ്തിട്ട് പറയുന്ന ഭാഗമാണ് കേട്ടോ. ഇതിന്റെയൊക്കെ കറക്റ്റ് ഹദീസും കറക്റ്റ് ആയത്തുകളും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു പ്രിസ്ക്രൈബ് ടൈമിന്റെ ഉള്ളിൽ കണ്ടൻസ്ഡ് ഫോമിൽ തരേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്ന, ഞാൻ ശരിയാണെന്നറിഞ്ഞിട്ടും എൻ്റെ ഭാര്യയുടെ അടുത്ത് ആർഗ്യുമെന്റ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അതിൽ നിന്ന് മാറിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരുമെന്ന ബോധത്തോടു കൂടി ഒരാൾ അതിന് നിന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് പിന്നീട് സത്യം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അവള് ഒരുപാട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ വേണ്ടി അത് സഹായിക്കും എന്നുകൂടി മനസ്സിലാക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞെന്താ, അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവരാണ്. ഭയങ്കര സ്റ്റബേൺ ആയിട്ട് ക്വാറല് ചെയ്യാൻ വരുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. പിന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇതൊരു ഹദീസാണ് കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിന്റെ ഓരങ്ങളിൽ വീട് കൊടുക്കുന്ന ആളുകളാണ് ഈ ആളുകൾ, ഈ ആർഗ്യുമെന്റ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈവൻ ഇഫ് ഹി ഈസ് റൈറ്റ്, ദിസ് ഇസ് ഫ്രം ഹദീസ്, ഈവൻ ഇഫ് ഹി ഈസ് റൈറ്റ്,
and a house in the center of Jannah for one who abandons lying. നുണ പറയുന്നത് ഒഴിവാക്കുന്ന ഒരാൾ, ഈവൻ ഹീഫ് ഈസ് ജോക്കിംഗ്, തമാശയ്ക്ക് പോലും പറയില്ല, സത്യം മാത്രമേ പറയൂ, അവന് സ്വർഗത്തിന്റെ നടുവിലാ വീട്. ആൻഡ് എ ഹൗസ് ഇൻ ദ ഹയസ്റ്റ് സ്പേസ് ഓഫ് ജന്ന ഫോർ വൺ ഹു ഹാസ് ദ ഗുഡ് മാനേഴ്സ്. ഏറ്റവും നല്ല മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് സ്വർഗത്തിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഒരു വീട് കിട്ടും. ഇവിടെ ബുർജ് ഖലീഫയിലെ മോൾഭാഗോ അല്ലെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് സിറ്റിയിൽ വരുന്ന ഹൈലൈറ്റ് മാളിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ഫ്ലോറോ ഒക്കെ കിട്ടാൻ കോടികൾ നമ്മൾ ചെലവാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് സ്വന്തം ഭാര്യയോട് അനാവശ്യമായിട്ട് തർക്കിക്കാതിരിക്കുക, നീ ശരിയാണെങ്കിൽ പോലും നീ തർക്കം വീട്ടിൽ ഒഴിവാക്കുക, നുണ പറയാതിരിക്കുക, എന്നിട്ട് ഏറ്റവും നല്ല മാനേഴ്സോട് കൂടി ജീവിക്കുക. 3 ക്ലാസ് ഓഫ് ഹൗസിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അള്ളാഹു നമ്മളെ ആ വീടുകളിൽ എത്തിച്ചനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്ന സൂറത്തുൽ ബഖറയിലെ 187 ആയത്തിന്റെ ഒരു ഭാഗമാണ് ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. അവര് നിങ്ങൾക്ക് വസ്ത്രം പോലെയാണ്, നിങ്ങൾ അവർക്ക് വസ്ത്രം പോലെയാണ്. ഇത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഫാമിലി ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടാവും. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഹാവ് യു എക്സ്പീരിയൻസ് ദാറ്റ് ലിബാസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ലിബാസായിട്ടും വസ്ത്രമായിട്ടും നിങ്ങൾ അവരുടെ വസ്ത്രമായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ഡ്രസ്? ഒരാളുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്? അത് അവൾ നമുക്ക് അതുപോലെയാണ്, നമ്മൾ അവൾക്ക് അതുപോലെയാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞ്. വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. സോ ഇത് ആയത്തിന്റെ അർത്ഥം, അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വെച്ചു എന്ന് മാത്രം. ഈ ക്ലോത്തിങ് പോലെയാണ് രണ്ടുപേരും പരസ്പരം. സോ ഈ വസ്ത്രം എന്ന് ഖുർആൻ ഉപയോഗിച്ച കാരണം എന്താണ്? വസ്ത്രം എന്ത് തരുന്നു? നമുക്ക് കവറിങ് ആണ്, നമുക്ക് പ്രൊട്ടക്ഷൻ ആണ്, അല്ലേ? നമുക്ക് കവറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അഗ്ലിനെസ് അല്ലെങ്കിൽ അതിന്റെ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്ന സംഗതിയാണ് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ കവറിങ് മാത്രം നിങ്ങൾ എടുത്തോളൂ. ഫാമിലി ലൈഫിൽ ഇസ്ലാം വളരെ കൃത്യമായിട്ടും സ്ട്രോങ് ആയിട്ടും പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇന്റിമേറ്റ് സീക്രസി പുറത്തേക്ക് പറയാൻ പാടില്ല. നിങ്ങളുടെ സീക്രട്ട് ലൈഫിന്റെ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പല ഇന്റിമേറ്റ് എക്സ്പീരിയൻസസും ഉണ്ടാവാം, പലതും ഉണ്ടാവാം. ഡോണ്ട് ഷെയർ ഇറ്റ്, ഡോണ്ട് ബ്രേക്ക് ദ സീക്രട്സ്. അത് നിങ്ങൾ മറച്ചു വെക്കേണ്ടതിനെ മറച്ചു വെക്കണം. അപ്പൊ നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും, നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളെയും, നിങ്ങളുടെ എല്ലാ കഴിവുകേടിനെയും മറച്ചു വെക്കുന്നവളാണ് അവൾ. ഇതാണ് ലിബാസിന്റെ ഒരു മീനിങ്. നേരെ മറിച്ച് നിങ്ങളുടെ വൈഫ് പോയിട്ട് 4 ആള് കൂടിയ ഒരു സദസ്സിൽ പോയിട്ട് അവളുടെ ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാവിധ ന്യൂനതകളെ കുറിച്ചും പോരായ്മകളെ കുറിച്ചും അവരോട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഷീ ഈസ് നോട്ട് യുവർ ലിബാസ് ആൻഡ് അതർ വേ അറൗണ്ട് ഓൾസോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടി പോയിട്ട് എന്റെ ഭാര്യ അങ്ങനെയാണ്, എന്റെ ഭാര്യ ഒന്നിനും കൊള്ളൂ, എന്റെ ഭാര്യ അങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അവളുടെ എല്ലാ ന്യൂനതകളെയും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എ ലിബാസ്. സോ കവറിംഗ് ഇസ് one function of your dress. And next thing is protection. നമ്മളെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇൻസെക്ട് ബൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരുപാട് സാധനത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമല്ലേ നമ്മുടെ ഡ്രസ്സ്. നിങ്ങളുടെ വൈഫിന്റെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾ നൽകേണ്ടവർ. പ്രത്യേകിച്ച് അർ-റിജാലു ഖവ്വാമൂന അല നിസാ എന്ന് പറഞ്ഞ ഖുർആൻ അവതരിപ്പിച്ചൊരു ആയത്തുണ്ട്. പുരുഷന് ആ ഒരു ലീഡർഷിപ്പ്, ആ ഒരു ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് സ്ത്രീയുടെ മേൽ. അത് അവൻ നോക്കിക്കോളണം. അവൾക്ക് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുത്തോളണം. അവൾക്ക് ഫിസിക്കലി ആയാലും ഇമോഷണലി ആയാലും ഫിനാൻഷ്യലി ആണെങ്കിലും, ഈവൻ ഇഫ് ഷീ ഈസ് എനി മെമ്പർ ഇൻ ദ ഫാമിലി. പുള്ളിക്കാരത്തേക്ക് സ്വന്തമായിട്ട് ശമ്പളം ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാരത്തിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വരെ അവരുടെ ഡ്രസ്സും ഭക്ഷണവും പാർപ്പിടവും എല്ലാം ഹസ്ബൻഡിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. സോ ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ. ആൻഡ് ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ, നമുക്ക് തന്നെ കല്യാണത്തിലേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ, നമുക്കൊരു കോൺഫിഡൻസ് ആണ്, അല്ലേ? നമ്മുടെ വൈഫ് നമ്മുടെ ബ്യൂട്ടിയാണ്. നമ്മുടെ വൈഫിന്റെ ബ്യൂട്ടി മറ്റുള്ളവർ ആസ്വദിക്കാൻ വേണ്ടി അവളുടെ ചാമിനെ സൊസൈറ്റിയിലേക്ക് എക്സ്പോസ് ചെയ്യാനല്ല നമ്മൾ ജീവിക്കുന്നത്. അവൾ നമ്മുടെ ബ്യൂട്ടിയാണ്, അവളുടെ ബ്യൂട്ടിയാണ് നിങ്ങൾ. എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് മൈ ബ്യൂട്ടി. എന്റെ ഹസ്ബൻഡിനെ ഞാൻ എടുത്തണിയുന്നതോടുകൂടി ഐ ആം ഹാപ്പി, ഐ ആം പ്രൊട്ടക്റ്റഡ്, I am covered, I am altogether I am happy in a sense in my life എന്ന് പറയാൻ ഒരു വൈഫിന് പറ്റുമ്പോഴാണ് you are coming into the position of a libas. And
ക്ലോസ്നെസ് ഇസ് ദ ഫോർത്ത് ഫങ്ഷൻ. ഒരു ഡ്രസ്സ്, എന്റെ ശരീരത്തിനോട് ഏറ്റവും അധികം ഒട്ടിക്കിടക്കുന്നത് എന്താ? എന്റെ വസ്ത്രമാണ്. ഹസ്ബൻഡിന്റെ ലൈഫിൽ ഏറ്റവും അധികം അവനോട് ചേർന്ന് നിൽക്കേണ്ടത് അവന്റെ ഭാര്യ. അവളുടെ ലൈഫിൽ ഏറ്റവും ചേർന്ന് നിൽക്കേണ്ടത് അവളുടെ ഹസ്ബൻഡാണ്. നേരെ മറിച്ച് ഇന്ന് ഫാമിലി ലൈഫിൽ കാണുന്നത് കുട്ടികളുടെ വാപ്പയാണ്, ഹസ്ബൻഡാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഷീ വിൽ ഹാവ് സംബഡി എൽസ് ഹു ഈസ് മോർ ക്ലോസർ ദാൻ ഹിസ് വൈഫ്, ഹെർ ഹസ്ബൻഡ്. അവളുടെ സ്വന്തം ഹസ്ബൻഡിനേക്കാൾ ലൈഫിൽ അവളോട് ക്ലോസ് ആയിട്ടുള്ള മറ്റൊരു മെയിൽ ആൻഡ് ഹു ഇസ് നോട്ട് എ മഹ്റം അവിടെ പ്രസന്റ് ആവുന്നു എന്ന് പറയുന്നതാണ് ഇന്നലെ മിനിയാന്നൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ട, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് പലപ്പോഴും പല ഇൻസിഡൻസിൽ നമ്മൾ കണ്ടുവരുന്ന സംഭവങ്ങൾ. ഇസ്ലാം വളരെ കൃത്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനെ ഡെക്കറേറ്റഡ് ആയിട്ട് തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഒറ്റ വാചകം, ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. ഒന്ന് സൂറത്തുൽ ബഖറയിൽ 187 നിങ്ങൾ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ കൂടി പഠിക്കുക. സ്വന്തം ലൈഫിൽ ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ആവാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും, നമ്മുടെ എല്ലാ സംഭവങ്ങളും ഷെയർ ചെയ്യാൻ അപ്പുറത്തൊരു പുരുഷൻ അല്ലെ അപ്പുറത്തൊരു സ്ത്രീ, നിക്കാഹ് കഴിച്ചവനേക്കാൾ കൂടുതൽ അടുപ്പം മറ്റൊരാളോട് ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പുരുഷനും സ്ത്രീയും ലിബാസ് പോലെയാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഒരൊറ്റ വേർഡ് മീനിങ്ങിന്റെ അതിന്റെ ഡെപ്ത് നിങ്ങളൊന്ന് ഫീൽ ചെയ്യണം. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് പറയാനും പ്രസംഗിക്കാനൊക്കെ പറ്റും. പക്ഷേ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. ആർ യു സെർവിങ് ഓൾ ദീസ് ഫങ്ഷൻസ് ടു യുവർ സ്പൗസ്? ദെൻ ഇറ്റ് ഈസ് ട്രൂ വിത്ത് ഖുർആൻ. നിങ്ങൾ ആ പഠിച്ച ഖുർആനിനോട് നിങ്ങൾ നീതി പുലർത്തി നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുവരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദ കമാൻഡ് ഫ്രം അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ തുടക്കത്തിൽ തന്നെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു വെച്ച, ഓതി വെച്ച സൂറത്ത് റൂമിലെ 21-ാമത്തെ ഈ ആയത്ത്, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നിങ്ങൾ 100,000 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും ഈ ആയത്തിന്. ഒട്ടുമിക്ക വിവാഹ നിക്കാഹ് സദസ്സുകളിലും പാരായണം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. കുടുംബ സദസ്സിനെ കുറിച്ച് പറയുന്ന എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ആയത്താണ് ഏറ്റവും മുന്നിൽ വരിക. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. ഇനി ഞാൻ ലിബാസ് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് നിങ്ങളൊക്കെ ഒരു പ്ലെയിൻ സ്ലേറ്റ് പോലെ നിങ്ങളെ മൈൻഡിനെ ആക്കി ഒരു 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 സംഗതിയും മുൻ വിചാരവും തലയിലില്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് ഒരു ഇന്നസെന്റ് കുട്ടി ഇരിക്കുന്നത് പോലെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യും. വമിൻ ആയാതിഹി, അള്ളാന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ ഉണ്ടാക്കി തന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ലിതസ്കുനു ഇലൈഹ, ഫോർ വാട്ട്? അള്ളാഹ് പറയാണ്, സക്കീനത്ത് കിട്ടാൻ വേണ്ടിയാണ്. അവളിലേക്ക് നീ ചേരുമ്പോൾ നിനക്ക് ശാന്തി, സമാധാനം, ആത്മനിർവൃതി കിട്ടാനാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ശാന്തിയും സമാധാനവും ആത്മനിർവൃതിയും ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ മുന്നിലിരിക്കുന്ന 100 ആളോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ എന്റെ വിവാഹത്തിന് ശേഷം എനിക്ക് ശാന്തിയും സമാധാനവും ആത്മനിർവൃതിയും ഒക്കെ ലഭിച്ചു എന്ന്? ഞാൻ ചാറ്റ് ബോക്സിൽ നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാലേ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വരും അവിടെ. അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തോളൂ, ഞാനത് കാണാം, നമുക്ക് സംസാരിക്കാം. പക്ഷെ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. നാട്ടുകാരെന്താ പറയുന്നത്? കല്യാണം കഴിഞ്ഞ സമാധാനം പോയി അല്ലേ, പെണ്ണ് കെട്ടിയ കൈ കെട്ടിയെന്നോ കാല് കെട്ടിയെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ പറയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെന്തോ കൈ കെട്ടി മറ്റേത് കാല് കെട്ടിയെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊരു ഒരു സൊസൈറ്റിയുടെ ഒരു നോഷനാണ്. ഈ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഫ്രീഡം പോയി, നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു. ഇന്ന് പെൺകുട്ടികളുടെ അവസ്ഥ എന്താ? അവർക്ക് മാരേജ് ഇപ്പൊ വേണ്ട, അവർക്ക് കുറെ ലേറ്റ് ആയിട്ട് മതി. എന്തിനാ? അവര് പറയുന്ന ലൈഫ് എൻജോയ് ചെയ്ത് കഴിയട്ടെ. ലൈഫ് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഭാരെടുത്ത് തലയിൽ വെക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്ത് അവരെ മുന്നിൽ നിന്ന് പറയാണ്, അവളിലേക്ക് ചേരുമ്പോൾ നിനക്ക് ശാന്തി സമാധാനം കിട്ടും. നമ്മൾ എവിടെ നിൽക്കുന്നു, ഖുർആൻ എവിടെ നിൽക്കുന്നു, എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ആലോചിക്കും. അള്ളാഹ് അതിന്റെ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്.
വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മാഷാ അല്ലാഹ്. അല്ലാഹ് പറയുന്നത് അവരുടെ ഇടയിൽ, ഈ സക്കീനത്ത് കിട്ടുന്നവരുടെ ഇടയിൽ മവദ്ദത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു തആലക്കും 2 എലമെന്റ്സ് ഉണ്ട്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ അപാരമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഞാൻ പറയുകയാണെങ്കിൽ കല്യാണത്തിന്റെ ഹണിമൂൺ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ പ്രേമം, അത് നിങ്ങളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല വെക്കും. റഹ്മ, കാരുണ്യം. റഹ്മ എന്ന് പറഞ്ഞ ഗർഭപാത്ര, ഗർഭപാത്രത്തിനകത്തുള്ള ഒരു കുഞ്ഞിനെ ഒരു അമ്മ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ മേശയുടെ മുകളിൽ തട്ടിയിട്ടും ഡോറിന്റെ മുകളിൽ ഇടിച്ചിട്ടും ഒന്നുമല്ല നടക്കുക. അവർ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഒരു വാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ ഒരു പൊന്നുമോളെ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കൈവെള്ളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി പ്രകാരം ആ വാപ്പ വെച്ച് തന്നിട്ടുണ്ട്. ആ കുട്ടീനോട് കാരുണ്യത്തോടു കൂടി ഗർഭപാത്രത്തിലുള്ള കുട്ടീനെ നോക്കുന്നത് പോലെ നോക്കണം എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. തിരിച്ചും ഒരു ഉമ്മയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തി ഉണ്ടാക്കിയ മോനാണ്. ആ മോൻ ക്വാളിഫൈഡ് ആയി ലോകത്തിന്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ നല്ല പൊസിഷൻ നിൽക്കുന്ന ആ മോനെ നിങ്ങളുടെ ഭർത്താവായിട്ട് നിങ്ങളുടെ വാപ്പ കൈപിടിച്ച് തരുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവനോട് ഏറ്റവും മേഴ്സിഫുൾ ആയിട്ട് അവനെ എവിടെയും തട്ടാതെ മുട്ടാതെ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്ന പിഞ്ചു കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കേണ്ടത്. അല്ലാതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനോട് പറയരുത് എന്റെ വാപ്പ ഏറ്റവും നല്ല മനുഷ്യനാണ്, എന്റെ വാപ്പ എന്നെ വരെ എല്ലാം നന്നായിട്ടേ ചെയ്തിട്ടുള്ളൂ, എന്റെ വാപ്പാക്ക് ആകെ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, ആകെ ഒരു മിസ്റ്റേക്ക് എന്റെ വാപ്പാക്ക് പറ്റിയിട്ടുള്ളൂ, അത് നിങ്ങളെ പിടിച്ച് എന്നെ കെട്ടിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ തർക്കിക്ക്, സംസാരിക്ക്, വഴക്കുണ്ടാക്ക്, പിണങ്ങിക്കിടക്ക്. അള്ളാന്റെ ഖുർആൻ ഇവിടെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ അള്ളാഹു മവദ്ദത്തും റഹ്മത്തും വെക്കും, അപ്പോഴേ നിങ്ങൾക്ക് സക്കീനത്ത് കിട്ടുള്ളൂ. പക്ഷെ മവദ്ദത്ത്, അൺകണ്ടീഷണൽ ലവ് പഴയ ക്ലാസ്മേറ്റിനോടാണ്. ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഡിസ്കഷൻ നടക്കുന്നു, ഗ്രൂപ്പിന്റെ ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുന്നു, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഗെറ്റ് ടുഗദർ നടക്കുന്നു, ഷീ ടൂർ നടക്കുന്നു, ഗേൾസ് ഓൺലി ട്രിപ്പ് നടക്കുന്നു, ഒഴിവാക്കുന്നു, ഇതൊക്കെ ഇവിടെ നടക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്നേഹവും ഒക്കെ അപ്പുറത്തും ഇത് സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കാനുള്ള ഒരു എലമെന്റ് ആയിട്ട് മാറുമ്പോൾ ഒരിക്കലും ഇസ്ലാമിന്റെ ടീച്ചിങ്ങിനോട് അത് യോജിച്ചു വരില്ല. അതുകൊണ്ടാണ് സക്കീനത്ത് കിട്ടാത്തത്, ശാന്തി കിട്ടാത്തത്, സമാധാനം കിട്ടാത്തത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ബൂമിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ പരിചയമുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും ഏറ്റവും അധികം ഇൻവോൾവ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവർക്കൊക്കെ ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ, വീട്ടിനകത്ത് സമാധാനമില്ല, ശാന്തിയില്ല, സന്തോഷമില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല ബൈനകും എന്ന അവരുടെ ഇടയിൽ നാം വെക്കുന്ന, അള്ള വെച്ച സാധനം അള്ള എടുത്തുണ്ടാവും, അള്ള എടുത്തങ്ങ് മാറ്റിയ ഇവിടെ വേക്കൻഡാ, സക്കീനത്ത് കിട്ടും, നിങ്ങൾ എങ്ങനെ തലകുത്തി എന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയണം, അള്ളാഹു എന്റെ കയ്യിൽ നിന്നൊന്ന് മിസ്റ്റേക്സ് ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഞങ്ങളുടെ ഇടയിൽ നീ മവദ്ദത്ത് വെക്ക് റബ്ബേ, ഞങ്ങളുടെ ഇടയിൽ നീ റഹ്മത്ത് വെക്ക് റബ്ബേ, അപ്പോഴേ ഞങ്ങൾക്ക് സക്കീനത്ത് കാണാൻ പറ്റൂ എന്ന് ഈ ഖുർആനിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ലൈഫിനെ മോഡിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും സക്കീനത്തിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് ദൃഷ്ടാന്തമുണ്ട്. ലോകം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഫാമിലി സ്പ്ലിറ്റപ്പ് നടക്കുന്ന മോഡേൺ വേൾഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ പടിഞ്ഞാറിന്റെ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ട്. Look into your own family and look into the Quran which you hold close to your heart and think yourself, are you getting sakina in your life after your marriage? If not, this is the reason. Mawaddatu rahmatu avadilla, that is being shared with somebody else, or you are not able to deliver it in the right way to your spouse. Correct yourself, you will get sakina inshallah. Appo ഇതിന്റെ മീനിങ് ആണ് വാശിറൂന ബിൽ മഅറൂഫ്. സൂറത്ത് നിസായിലെ 19-ാമത്തെ വേഴ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ഭാഗം, നിങ്ങൾ അവരോട്, ഇവിടെ ഹുന്ന എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഭാര്യയോട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അവളോട് നിങ്ങൾ എന്താവണം? ഏറ്റവും കൈൻഡ് ആയിട്ട് പെരുമാറണേ. പുരുഷനെ പോലെ അല്ല സ്ത്രീ. ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്ന കാലമാണ്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. രണ്ടുപേരും ഡിഫറൻ്റ് ആയിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് വ്യത്യസ്തങ്ങളുണ്ട്. നേരെ മറിച്ച് ഒരാൾ സുപ്പീരിയറും ഒരാൾ ഇൻഫീരിയറും എന്നല്ല, റെസ്പോൺസിബിലിറ്റിയിൽ മാറ്റങ്ങളുണ്ട്. ഫാമിലിയുടെ ഹെഡ് പുരുഷനും വീടിന്റെ ഹെഡ് ഭാര്യയുമാണ്. ഫാമിലിയുടെ ഹെഡ് പുരുഷനായതുകൊണ്ട് തന്നെ അവനെ ഒബേ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ലേഡീസിന് കിടക്കാം. നേരെ മറിച്ച് ആ ലേഡിയോട് ഏറ്റവും അധികം, കാരണം അവൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളെ മനസ്സിലാക്കി തന്നെ
ആ ഒരു ലേഡിയോട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറാൻ ഇസ്ലാം കൽപ്പിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ആ സ്ത്രീയോട് നീ ഏറ്റവും കൈൻഡ് ആയിരിക്കണേ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറില്ലേ പിന്നെ സമാധാനം കിട്ടാൻ പോകുന്നുണ്ടോ? സോ ഐ വിൽ കം ടു ഒരു എന്താ പറയാ, ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. വൈഫിന്റെ റൈറ്റ് ആണ് ഹസ്ബൻഡിൽ നിന്ന് റെസ്പെക്റ്റും കൈൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കിട്ടുക എന്നുള്ളത്. അതൊരു ഓപ്ഷണൽ ഫേവർ അല്ല എന്ന് മനസ്സിലാക്കണം. അവൻ കനിഞ്ഞു തരേണ്ടതല്ല. That is his obligation to his wife. കാരണം it is the command of Quran. It is the command from Allah subhanahu wa ta'ala. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് it is very easy to deliver it. അള്ളാഹ്ക്ക് വേണ്ടി വിവാഹം കഴിച്ചവൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ദിസ് ഈസ് വെരി ഈസി. അതല്ല അവന്റെ ഈഗോക്ക് ഇമ്പോർട്ടൻസ് കിട്ടാതെ അവന്റെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ this is going to be a real mess for his life. And ഇതൊരു ഓപ്ഷണൽ ഫേവർ അല്ല, അത് ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. സ്ത്രീക്ക് എത്ര കണ്ട് കൺസിഡറേഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കണം. സോ ഐ വിൽ ടീച്ച് യു സംതിങ് കോൾഡ് ആസ് എ അക്രോണിം. ഇറ്റ്സ് LCM. സ്കൂളിലൊക്കെ LCM പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാത്തമാറ്റിക്സിൽ പഠിച്ച സാധനമായിരിക്കും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? ഇത് മാത്സിൽ പഠിച്ച നിങ്ങൾക്ക് ഇപ്പോൾ LCM എന്ന് പറയുമ്പോഴേക്കും സ്കൂളിലെ ക്ലാസ് റൂമിലേക്കായിരിക്കും ഓർമ്മ ഉണ്ടാവുക. ഓക്കെ, LCMല് ഞാൻ പറയുന്നത് വെച്ചാൽ ഓർത്തിരിക്കാൻ വേണ്ടി ഫാമിലി ലൈഫിൽ ഇപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ച സാധനം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഓർമ്മ വേണ്ടേ? കുറെ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയാൽ പോരാ. എവ്രി ഡേ ടിൽ യുവർ ഡെത്ത് ഇനി നിങ്ങളെ LCM വിടരുത്. LCM എന്ന് പറഞ്ഞാൽ ഒന്ന്, ഞാൻ നേരത്തെ ആ ലിബാസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുഹൃത്ത് റൂമിൽ ആയത്ത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം. രണ്ടാമത്തത്, ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എലമെന്റ് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കണം. മൂന്നാമത്തത്, നിങ്ങൾ ഏറ്റവും മേഴ്സിഫുൾ ആയിട്ട് പെരുമാറേണ്ടത് നിങ്ങളുടെ സ്വന്തം വൈഫിനോടായിരിക്കണം. അയൽപക്കത്തെ ബാബുവേട്ടന്റെ ഭാര്യയോട് ചോദിക്കും, ചേച്ചി ഗുഡ് മോർണിംഗ്, സുഖം തന്നെയല്ലേ, എന്തൊക്കെയുണ്ട്, മക്കളെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ, ബാബുവേട്ടൻ എങ്ങനെയുണ്ട്, ഓക്കേനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്ത്രീയോ എന്തൊരു നല്ല മനുഷ്യനാണ്, ഇദ്ദേഹത്തെ പോലൊരു ഭർത്താവായിരുന്നെങ്കിൽ എനിക്ക് എത്ര സുഖമായിരുന്നു. ഈ ബാബുവേട്ടൻ നിങ്ങളുടെ വൈഫിനെ കണ്ട എന്താ ചോദിക്കാൻ അറിയോ? എന്താ ഡോക്ടറെ സുഖം തന്നെയല്ലേ, ഓക്കെ അല്ലേ, കുഴപ്പങ്ങളൊന്നുമില്ല, മക്കളെ പരീക്ഷ കഴിഞ്ഞു, എന്ത് ഡീസെന്റ് ആയിട്ട് അദ്ദേഹം പെരുമാറുമെന്ന് പറയും. അപ്പോൾ ഈ ഭാര്യ ആലോചിക്കും, ഈ ബാബുവേട്ടനെ പോലെയെങ്കിലും ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ബാബുവേട്ടന്റെ കാര്യം ബാബുവേട്ടന്റെ വീട്ടിൽ ചോദിച്ചാൽ അറിയാം എന്താ സംഭവം. ഇവിടുത്തെ കാര്യം ഈ വീട്ടിൽ ചോദിച്ചാൽ അറിയാം എന്താ സംഭവം. എന്തിനാണ് നമുക്ക് ഈ മാസ്ക്? സോ ഏറ്റവും മേഴ്സിഫുൾ ആയിട്ട് പെരുമാറേണ്ടത് സ്വന്തം വൈഫിനോടാണെന്ന് അള്ളാന്റെ ഖുർആനിലെ ആ കമാൻഡ് അതനുസരിക്കാൻ തയ്യാറുള്ള മുഅ്മിനാണോ എന്നതാണ് ചോദ്യം. ഇതാണ് ആദ്യ ഹദീസ് പറഞ്ഞു വെച്ചത്. ഏറ്റവും നല്ല ആളാരാണ് എന്നത് വൈഫിനോടുള്ള പെരുമാറ്റമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. സോ ഐ ബിലീവ് ദാറ്റ് യു ഹാവ് ഗോട്ട് ദ കണക്ഷൻ ബിറ്റ്വീൻ ഖുർആൻ ആൻഡ് സുന്ന ആൻഡ് അവർ ഫാമിലി ലൈഫ്, ഹൗ ടു ഗോ വിത്ത് ദാറ്റ്. ആൻഡ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ സംതിങ് ഓൾസോ, സംതിങ് ഡിഫറെന്റ്. നമ്മളൊരു ഈ ഇന്റിമസി ബിൽഡ് ചെയ്യുമ്പോൾ 3 എലമെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒന്ന്, ഇമോഷണൽ ഇന്റിമസിയാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ പോലെ അല്ല, ഇമോഷണലി ഭയങ്കര പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്ന ആളുകളാണ്. അപ്പൊ അതൊരു പ്രൊഫഷണലും കൂടിയാണെങ്കിൽ പ്രൊഫഷണൽ ലോഡും ഫാമിലി ലോഡും മറ്റത് മറിച്ചതൊക്കെ കൂടി വരുമ്പോൾ ഇമോഷണലി സപ്പോർട്ട് അവർക്ക് വേണ്ടി വരും. രണ്ടാമത്തത് ഫിസിക്കൽ ഇന്റിമസി. മൂന്നാമത്തത് സ്പിരിച്വൽ ഇന്റിമസി. ഇപ്പോ തഹജ്ജുദിനൊക്കെ വൈഫിനെ എഴുന്നേൽപ്പിക്കണം, വെള്ളം കുടയണം എന്നൊക്കെ പറയുന്ന ഹദീസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് അതുവരെ എത്തിയില്ലെങ്കിൽ പോലും ഇസ്ലാമിനകത്തുള്ള ടീച്ചിങ്സിനെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിക്കൊണ്ട് പോവാനുള്ള ഒരു സ്പിരിച്വൽ ഇന്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. സോ ഈ ഇന്റിമസികളെല്ലാം വരുമ്പോഴാണ് ടോട്ടലി നമുക്കൊരു ഇന്റിമസി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, പുരുഷനിൽ ഏറ്റവും നല്ല പുരുഷൻ ആരാണെന്ന് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അത് ഭാര്യയോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവനാണ് എന്ന് പറഞ്ഞു. ഇനി ഈ ശബ്ദം കേൾക്കുന്ന 100 ആളുകളിൽ നിന്ന് എത്ര ലേഡീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എത്ര ലേഡീസ് ഉണ്ടെങ്കിലും ആ ലേഡീസിന്റെ ആഗ്രഹം ഉണ്ടാവില്ലേ, നിങ്ങളിൽ ഈ ലേഡീസിൽ ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? And let us go into that. There is ഒരു ഹദീസിന്റെ പോയിന്റ്സ് മാത്രമാണ്. ബെസ്റ്റ് ഓഫ് വുമൻ ആരാണ്? ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പ്രസവിക്കാൻ കഴിവുള്ള മനസ്സുള്ള ആളുകളാണ്.
ചിലപ്പോൾ ഫിസിക്കൽ എയിൽമെന്റ്സ് കാരണം ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു ആഗ്രഹം, അതിനുള്ള കഴിവ് ഒക്കെ ഉണ്ടാവണം. അതിനുള്ള ഹെൽത്ത് ഫിറ്റ്നസ് വരെ നമ്മൾ നോക്കണം. ഇന്നിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുകയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ PCOD ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോയി ബ്രഞ്ചായി നമ്മൾ ചോക്ലേറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിക്കുന്ന MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ എൻ്റെ പേഷ്യൻസ് ഉണ്ട്. സോ അവർക്കൊക്കെ PCODയുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്ലാം വളരെ കൃത്യമായിട്ടൊരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ നമ്മുടെ റോങ് ലൈഫ് സ്റ്റൈൽ കാരണം നമുക്ക് ആ വക മേഖലയിൽ ഹോർമോണൽ ഇംബാലൻസ്, അതുപോലെ സ്ലീപ്പ് സൈക്കിൾസ്, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, ഇതിലേക്കൊക്കെ പോയാൽ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെ നമ്മുടെ മക്കളെ, നമ്മുടെ ഗേൾസിനെയും ബോയ്സിനെയും നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഭാര്യ ആ പ്രസവിക്കാനുള്ള കഴിവ് മാത്രമല്ല, അവൾ ലവിങ് ആയിരിക്കണം. ഈ ലവിങ്ങിന്റെ പ്രത്യേകത ഇൻഷാ അല്ലാ ഞാൻ അതിലേക്ക് വരാം. ലവിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ പോവാറുണ്ട്. അതിരപ്പള്ളി മാത്രമല്ല, എല്ലാ വാട്ടർഫോൾസും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. യു നോ വൈ? ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് കേരളത്തിൽ പവർ കട്ട് ഷോർട്ടേജ് വരാൻ പോകുന്നു, അവിടെ ഒരു ബണ്ട്, ഒരു ഡാം പണിയാം എന്ന് തീരുമാനിച്ച് ഇവിടെ മൊത്തം അങ്ങ് കെട്ടി ആ വെള്ളം അവിടെ തടഞ്ഞു നിർത്തി. ഒട്ടും വെള്ളം താഴോട്ട് വരുന്നില്ല. നിങ്ങൾ വണ്ടി വിളിച്ച് അവിടെ ടൂറിന് പോവോ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. വൈ? എന്തുകൊണ്ടാ പോവാത്തെ? അവിടെ വെള്ളമുണ്ടെന്നേ, അവിടെ വെള്ളമുണ്ട്. ആ ഡാമിന്റെ ഉള്ളിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷെ നമ്മൾ എന്താ പോവാത്തെ? വെള്ളച്ചാട്ടം ഇല്ല. ഓക്കെ, നോ ബ്യൂട്ടി. ഇപ്പൊ സ്നേഹം, ലവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണെന്നറിയോ? പല ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ ഈ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. ലവ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വരെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒരാളെ നിങ്ങൾക്ക് ഒരു സഹോദരന്റെ ദീനിന്റെ അള്ളാന്റെ മാർഗത്തിൽ ഫീ സബീലില്ല പോലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഭാര്യയുടെ കാര്യം കിടക്കുന്നത്. അപ്പൊ ഭാര്യക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതൊരു പക്ഷെ നിങ്ങളുടെ ടോണിലായിരിക്കാം, നിങ്ങളുടെ ഗിഫ്റ്റിലായിരിക്കാം, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലായിരിക്കാം, അല്ലെ നിങ്ങളുടെ ടച്ചിലായിരിക്കാം. അത് ആ കുട്ടിക്ക് എങ്ങനെ വേണ്ട അതുപോലെ കൊടുക്കാൻ പറ്റണം. ലവ് ആവണമെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യാതെ ബണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന സ്നേഹങ്ങളെ ഒരാൾക്കും ആസ്വദിക്കാൻ പറ്റൂല. നിങ്ങൾ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, ജോലി ചെയ്യുന്നു, പേഷ്യൻസിന്റെ പ്രോബ്ലവും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന്റെ പ്രോബ്ലവും അല്ലെങ്കിൽ എന്താ പറയുക മെഡിക്കൽ ലീഗൽ ഇഷ്യൂസും ഒക്കെ കവർ ചെയ്ത് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇഫ് യു ആർ നോട്ട് റെഡി ടു എക്സ്പ്രസ് ഇറ്റ്, ഷീ കനോട്ട് എൻജോയ് ഇറ്റ് ഓർ ദ വൈസ് വേഴ്സ. പുള്ളിക്കാരത്തിനുള്ളിൽ നിങ്ങളോട് അപാരമായ സ്നേഹമുണ്ട്, പക്ഷെ ജോലി കഴിഞ്ഞ് വരുന്ന നിങ്ങളോട് ഒരു കപ്പി ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ചായ കാച്ചുന്ന വേലക്കാരിയല്ല പുള്ളിക്കാരത്തി. ആ ചായ നിറയെ എന്താണ്? നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. നിങ്ങൾ ചായയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അല്ല, നിങ്ങൾ കോഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കോഫി തരുന്നു. ഈ സെർവിങ് ഇസ് നോട്ട് ദ ജോബ് ഓഫ് എ സെർവന്റ് ആയിട്ടല്ല ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ലവ്. ആൻഡ് ബിലീവ് മീ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനോട് നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അത് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുക ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേ സ്നേഹമാവുള്ളൂ. മറ്റൊരു തിയറിയും കൂടി സ്നേഹത്തെക്കുറിച്ചുണ്ട്. ലവ് തിങ്സ് ദേ ലവ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഗതിയെ അവർ കൂടി ഇഷ്ടപ്പെടാൻ ശ്രമിച്ചാൽ ലൈഫ് കുറേയും കൂടി നല്ല വേവ് ലെങ്ത്തിൽ പോകും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരാള് ഇപ്പൊ സപ്പോസ് എന്റെ ബ്രദറിലോ ഗൾഫിൽ നിന്ന് വന്നിട്ട് 15 വർഷം മുമ്പ് തന്ന ഒരു എന്താ പറയാ ഒരു പെന്നുണ്ട് എൻ്റെ കയ്യിൽ, ഒരു ക്രോസിന്റെ പെന്നുണ്ടെന്ന് വയ്ക്കുക. എൻ്റെ ബ്രദറിലോ മരിച്ചുപോയി. എനിക്ക് ആ പെന്നിനോട് അത്രയും ഇഷ്ടമാണ്, എൻ്റെ ബ്രദറിനോടുള്ള ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ പെൻ കുത്തിയാണ് പോവുക. ഞാൻ എഴുതുക വേറെ പെന്നുകൊണ്ടായിരിക്കില്ല, ഒപ്പിടാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു പെനാണ്. ഞാനൊരു ദിവസം പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണം, വാഷ്റൂമിൽ പോകണം. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റുന്നതിന്റെ കൂടെ ഈ പെൻ എടുത്തിട്ട് അവിടെ ടേബിളിന്റെ മുകളിൽ വെച്ചു. ഞാൻ വാഷ്റൂമിൽ പോയി. അപ്പൊ ആ സമയത്ത് എൻ്റെ വൈഫ് എനിക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ പോയിരിക്കുന്ന സമയമാണ്. പക്ഷെ എൻ്റെ ചെറിയ കുട്ടി എന്തോ കാര്യത്തിന് വേണ്ടി വാശി പിടിച്ച് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്.
ഞാൻ വാഷ്റൂമിൽ നിന്ന് പോയി വരുമ്പോഴേക്കും എനിക്ക് കാപ്പി ഉണ്ടാക്കേണ്ട തിരക്ക് കാരണം പുള്ളിക്കാരത്തെ കുഞ്ഞിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിയാണെങ്കിൽ ഭയങ്കര വാശി പിടിക്കുന്നുണ്ട്. അപ്പോ എന്റെ വൈഫ് പെട്ടെന്ന് നോക്കിയപ്പോ ടേബിളിന്റെ മുകളിൽ ഗോൾഡ് കളറിലുള്ള ഒരു പേന ഇരിക്കുന്നു. ഹസ്ബൻഡിന്റെ പേനയാണെന്ന് അറിയാം. തൽക്കാലം കുട്ടിയുടെ കേടൊന്ന് മാറാൻ വേണ്ടി, കരച്ചിൽ മാറാൻ വേണ്ടി ആ പേന എടുത്ത് കുട്ടിയുടെ കൈ കൊടുത്തു. കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ചന്തം. ഉമ്മ കാപ്പി ഉണ്ടാക്കാൻ പോയി, ഉപ്പ ടോയ്ലറ്റിലുണ്ട്. ഓക്കെ ഫൈൻ. കുട്ടി ഒന്ന് വലിച്ചു നോക്കി, അതിന്റെ ടോപ്പിങ് പോന്നു. അപ്പൊ അതിന്റെ സ്പ്രിങ്ങും ചാടി, അതിനകത്ത് ട്യൂബും ചാടി 4-5 പീസായി. ഈ സമയത്ത് കക്ഷി വാഷ്റൂമിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് 15 വർഷമായിട്ട് പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന അളിയന്റെ ഗിഫ്റ്റ്, അളിയനോടുള്ള പൂർണ്ണമായ സ്നേഹം, ആ സ്നേഹത്തെ പീസാക്കിയിട്ടിരിക്കുന്നു. ദേഷ്യം വരുമില്ലേ? വരുമോ? പറഞ്ഞോളൂ. വരും. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വന്നു, നിങ്ങളുടെ വൈഫിനോട് നിങ്ങൾ ആ ദേഷ്യം എക്സ്പ്രസ് ചെയ്തപ്പോ നിങ്ങളെ വൈഫ് നിങ്ങളോട് പറഞ്ഞെന്താ അറിയോ? മനുഷ്യ, ഒരു ക്രോസിന്റെ പേനല്ലേ, എന്റെ ബ്രദർ അടുത്ത വെള്ളിയാഴ്ച ഗൾഫിൽ നിന്ന് വരുന്നത്, നിങ്ങൾക്ക് 10 ക്രോസിന്റെ പേന വേണേ ഞാൻ കൊണ്ടുവരും, ഒന്ന് മിണ്ടാതിരിക്കൂ. ഇങ്ങനെ ചോദിച്ചാൽ അയാൾ സാറ്റിസ്ഫൈഡ് ആവുമല്ലേ? അടുത്ത വെള്ളിയാഴ്ച 10 ക്രോസിന്റെ പേന കിട്ടും, ഓക്കെ ഞാൻ ഹാപ്പിയാണ് എന്ന് അദ്ദേഹം പറയൂ? ഇല്ല. കാരണം എന്താ അറിയോ? അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആ ക്രോസിന്റെ പേന, അദ്ദേഹത്തിന്റെ അളിയൻ കൊടുത്ത അതിനോടുള്ള ആ സ്നേഹം, അത് അവള് മനസ്സിലാക്കിയില്ല. നേരെ മറിച്ച് തൊട്ടു പോകരുത്, ഇത് പാപ്പാടെ പേനയാണ്, ഇത് ബ്രദറിലോ കൊടുത്തതാണ്, പാപ്പാക്ക് അത്ര ഇഷ്ടമുള്ളതാണ്, നോബഡി ഷുഡ് ടച്ച് ദാറ്റ്, ഇത് ഡാമേജ് വരുത്തിയതുകൊണ്ട് എടുത്തു വെക്കുന്ന ഭാര്യയാണെങ്കിൽ അയാള് സ്നേഹിക്കുന്നതിന് അവളും കൂടി സ്നേഹിക്കുന്നതോടുകൂടി അവർ തമ്മിലുള്ള ആ ഇന്റിമസി വേറൊരു ലെവലിലേക്ക് പോകും. പലപ്പോഴും ഫാമിലി കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാര് ഭാര്യയുടെ ഉപ്പാനെയും ഉമ്മാനെയും ചീത്ത വിളിക്കുന്നതാണ്. ഒരു ഭാര്യ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവളുടെ ഉപ്പാനെ അവളുടെ ഉമ്മാനെയാണ്. അവർക്ക് എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ടായിക്കോട്ടെ, അവൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരെയാ. അവരെ ഇദ്ദേഹം കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലവ് തിങ്സ് ദേ ലവ് എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ വരുന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഹസ്ബൻഡിന്റെ ഉമ്മാനെ അയാൾക്ക് അത്ര ഇഷ്ടമാണ്. എന്റെ ഉമ്മാനെ നോക്കാത്ത എന്റെ ഭാര്യ, എന്റെ ഉമ്മാനെ കെയർ ചെയ്യാത്ത എന്റെ ഭാര്യ, എന്റെ ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ ഭാര്യ, എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ബിലീവ് മീ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പഠിക്കേണ്ട ഒരു സംഗതി, സ്നേഹം എന്ന് പറയുന്ന സാധനം എക്സ്പ്രസ് ചെയ്യണം. ഒപ്പം തന്നെ സ്നേഹത്തെ നമുക്ക് മറ്റൊരാൾ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ സ്പൗസ് ഇഷ്ടപ്പെടുന്ന സംഗതികളെ കഴിയുന്നതിന്റെ പരമാവധി അതിനെ നമുക്കും ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി. സോ അതാണ് ഒരു ലവിങ് വുമന്റെ രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ക്വാളിറ്റി എന്താ വെച്ചാൽ, നമ്മുടെ വൈഫിനെ, നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ കംഫർട്ടബിൾ ആക്കി വെക്കണം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം, അദ്ദേഹത്തിന്റെ പ്ലേസസ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഫയല്, ഇതെല്ലാം അദ്ദേഹത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അദ്ദേഹത്തിന് അതിലൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവരുത്. കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീ ആയിരിക്കണം. പിന്നെയോ അദ്ദേഹത്തിന് മൂഡ് വേരിയേഷൻ ഉണ്ടാവും നമുക്കുള്ളത് പോലെ. ആ മൂഡ് വേരിയേഷൻ വരുമ്പോൾ ടെമ്പററി ആയിരിക്കാം. അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വൈഫിനുണ്ടാകണം. ഈ 4 ക്വാളിറ്റിയുമുള്ള ഒരു ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ, ഏറ്റവും നല്ല സ്ത്രീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പല രീതിയിലുള്ള റിവായത്തുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പല ക്വാളിറ്റീസും വേറെ ഹദീസുകളിൽ നിന്നും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഭർത്താവ് ഏറ്റവും നല്ല ഭർത്താവ്. ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീയും കഴിവുള്ള സ്ത്രീയും ഏറ്റവും അധികം ലവ് എക്സ്പ്രസ് ചെയ്യാനും ലവിങ് ആയിട്ടുള്ളതും അതുപോലെ അവനെ കംഫർട്ടബിൾ ആക്കി വെക്കുന്നതും അവനെ ടോളറേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുമാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. സോ തിങ്ക്, എവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്? സോ ഇതിനകത്ത് അവന്റെ ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കുക എന്ന് പറയുന്നത് ഫിസിക്കൽ നീഡിന്റെ അവിടെ, അതും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് പറയാൻ ആഗ്രഹിക്കാം. പുരുഷനെ പോലെ അല്ല സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീയെ പോലെ അല്ല പുരുഷൻ. പുരുഷന്റെ ഫിസിക്കൽ ഡിസയർ സ്ത്രീക്ക് ഉണ്ടാവുന്നത് പോലെ അല്ല, ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷ്വൽ ഇതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഡിസയർ വരാൻ സാധ്യതയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ടച്ച് ആൻഡ് ഫീലിലാണ് കൂടുതൽ അതിന്റെ ഡിസയർ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ മെയിൽസിന് അങ്ങനെയല്ല. വിഷ്വൽ എലമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഒരു മേജർ ഒബ്ലിഗേഷൻ ആണ് വൈഫിന്റെ പേരിൽ അത് ഫുൾഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അവളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ബോധം അവനുണ്ടാവണം എന്നുള്ള വേറെ കാര്യം. പക്ഷെ എങ്കിലും കഴിവിന്റെ പരമാവധി അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പ്രിപ്പറേഷനും ചെയ്യുക എന്ന് പറയുന്നത് ഭാര്യയുടെ മുകളിൽ ബാധ്യതയാണ്. ഇനി അത് കോൺസ്റ്റന്റ് ആയിട്ട് ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു മേജർ സിന്ന് കൂടിയാണ്, ഒരു പാപം കൂടിയാണ്. കാരണം അവനെ തെറ്റിലേക്ക് അത് കൊണ്ടെത്തിക്കും.
മലായിക്കത്തുകൾ നേരം വെളുക്കുന്നവർ അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു ഫിസിക്കൽ ഡിസയറിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ ഇന്റിമസിയുടെ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ഹണിമൂൺ കാലഘട്ടത്തിലെ ഫ്രീക്വൻസിയും ഇപ്പോഴത്തെ ഫ്രീക്വൻസിയും വെച്ചൊന്ന് അളന്നു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് അത് പോകുന്നത്. ഈ പോസ്റ്റ് മെനോപോസൽ ഈ സമയത്ത് ഭാര്യമാർക്കുണ്ടാവുന്ന കുറേ ഹോർമോണൽ പ്രോബ്ലംസും ഫിസിക്കൽ പ്രോബ്ലംസും ഒക്കെ മനസ്സിലാക്കി തന്നെ ഭർത്താവ് നിൽക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയുന്നു, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ഫിസിക്കൽ നീഡിനെ അഡ്രസ്സ് ചെയ്യാൻ ഭാര്യ ബാധ്യസ്ഥയാണ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു എക്സ്ട്രാ മറൈറ്റൽ റൂട്ട് ഇസ്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് ആ ഫാമിലിക്കകത്ത് അത് ആ ഡിസയറിനെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത ഇസ്ലാം എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. സോ ഇനി നമുക്ക് സൂറത്ത് നിസായിലെ 19ാമത്തെ ആയത്തിന്റെ ഭാഗത്തിൽ ഒരു സംഗതി കാണാൻ പറ്റും. നമ്മൾ ഭാര്യയോട് കൈൻഡായിട്ട് പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചിലപ്പോൾ നമ്മുടെ ഭാര്യയുടെ സ്വഭാവം കേട്ടാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവാം, ചൊറിഞ്ഞു വരാം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാതിരിക്കാം, ഇതൊക്കെ വരാം. പക്ഷെ അള്ളാഹ് പറയുന്നു, ഇറ്റ് മേ ബി ദാറ്റ് യു ഡിസ്ലൈക്ക് എ തിങ് വിച്ച് അള്ളാഹ് ഹാസ് മെന്റ് ഫോർ യുവർ ഓൺ അബൻഡന്റ് ഗുഡ്. നിങ്ങളുടെ ഭാര്യയുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ, ആ സ്വഭാവത്തിനോട് നിങ്ങൾ ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഖുർആനിന്റെ ആയത്ത് വെച്ചൊന്നും അന്വേഷിക്കണം, അതെനിക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഹൈറാണോ, ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങളുടെ ഭാര്യയുടെ അല്ലെ നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗമുണ്ടല്ലോ, അതൊന്ന് നിങ്ങളെന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഗുണം ചെയ്യുന്ന സംഗതിയായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനോട് ഇഷ്ടക്കേട് തോന്നുന്നുണ്ടാവും, കാരണം നിങ്ങളുടെ ഇഷ്ടത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഫാമിലി ഇന്റഗ്രിറ്റിക്ക് അവരുടെ ആ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, ഗുണകരമായിരിക്കാം എന്ന് ഖുർആൻ പറയുമ്പോൾ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാവണത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ എപ്പോഴും ഭാര്യമാരുടെ കുറ്റം മാത്രം പറയുക, കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം സൊസൈറ്റിയിൽ കാണുന്നത്. വൈഫിന്റെ മിസ്റ്റേക്ക് മാത്രം കാണുന്ന ഒരു ഹസ്ബൻഡ്, അത് ഇസ്ലാം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇസ്ലാം അവരുടെ പോസിറ്റീവിലേക്ക് നോക്കാനും അവരിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഗതികളെ അക്നോളജ് ചെയ്യാനും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ വന്നപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിനായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഒരു സപ്പോസ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നല്ലൊരു ഫിഷ് ബിരിയാണി, നല്ലൊരു എന്താ പറയാ കിങ് ഫിഷ് ഐക്കൂർ, ഹലോ അതവിടെ സംസാരിക്കുന്നു. ഓക്കെ ഫൈൻ. നിങ്ങളുടെ വൈഫ് നിങ്ങൾക്ക് സപ്പോസ് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തന്നു വെച്ചു, നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി, നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് പറയാണ്, അടിപൊളിയായിട്ട് കേട്ടോ, ചെമ്മീൻ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു സെന്റൻസ് കൂടി കൂട്ടിക്കോ, നിന്നെപ്പോലെ തന്നെ അടിപൊളി സുന്ദരി ആയിട്ടുള്ള ബിരിയാണി അത് കേട്ടോ എന്ന് പറയാം. എൻ്റെ ലൈഫിൽ ഇതുപോലെ ടേസ്റ്റ് ചെയ്ത ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞാൽ, അടുത്ത ആഴ്ച നിങ്ങളുടെ റോട്ടിലൂടെ ഒരു മീൻകാരൻ പോകുന്ന അദ്ദേഹത്തിന് ചെമ്മീൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് വാങ്ങൂലേ? വാങ്ങിയിരിക്കും. ബിരിയാണി വെക്കില്ലേ? ബിരിയാണി വെക്കും. അവരുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ പറയാ, എൻ്റെ ഹസ്ബൻഡിന് ചെമ്മീൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ വാങ്ങിച്ചതെന്നേ പറയൂ. പക്ഷെ ആക്ച്വലി അവിടെ ആ അപ്രീസിയേഷൻ ആണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ ബിരിയാണി നല്ലതാണെന്ന് ഹസ്ബൻഡ് പറഞ്ഞത് കൊണ്ടാണ് അവർക്കത് ചെയ്യാനുള്ള താല്പര്യം വരുന്നത്. ഇസ്ലാം ഈ ഒരു പോയിന്റിൽ ഇവിടെ അവരുടെ നല്ല ഭാഗങ്ങളെ അക്നോളജ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റേക്ക് മാത്രം കാണുന്ന CCTV ക്യാമറയായി മാറരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് എവർ യു സ്പെൻഡ് ഫോർ യുവർ ഫാമിലി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ സദഖയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കാണുന്നത്. പലരും ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ കുടുംബത്തിന്റെ ചെലവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വൈഫിന്റെ വായിലേക്ക് ഒരു പിടി ചോറ് വെച്ചു കൊടുത്താൽ പോലും അത് സദഖയാണ് പുരുഷ എന്ന് പുരുഷനോട് പറഞ്ഞ ദീനുൽ ഇസ്ലാമിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ദിസ് ഇസ് എൻ ഹദീസ് ഇൻഷാ അല്ലാഹ്. സോ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് ഫാമിലിയോട് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തോളണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ അഴിച്ചുവിടാൻ നമുക്ക് പറ്റൂല. ദയ്യൂസ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് ഇസ്ലാമിൽ. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫ്, നമ്മുടെ മകൾ, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ മഹറമായ ആളുകൾക്ക്
ഇസ്ലാമിന്റെ എല്ലാ നോംസിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക. അങ്ങനത്തെ ഒരു പുരുഷന്റെ പേരാണ് ദയ്യൂസ്. അവനെ വിളിക്കുന്നതാണ് ദയ്യൂസ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന് സ്വർഗത്തിന്റെ മണം പോലും കേൾക്കാൻ കഴിയില്ല എന്ന് ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പല പുരുഷന്മാരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാര്യയുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് ആയിക്കോട്ടെ, കുടുംബത്ത് സമാധാനം ഉണ്ടായിക്കോട്ടെ, അവള് പോവുക വരിക, ആരോടെങ്കിലും സംസാരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇടപെടുന്നില്ല. അത് മകളുടെ കാര്യത്തിലായാലും അനിയത്തിയുടെ കാര്യത്തിലായാലും അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് സമാധാനത്തിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അവർക്ക് അവസാനമുള്ള സമാധാനം കൂടി ഇല്ലാണ്ടാവുള്ളൂ. സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹിന്റെ ദീനിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. സോ ടോക്കിംഗ് ടു എ ഹസ്ബൻഡ്, ഒരു ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. ആ ഒരു വേ ഓഫ് ലൈഫാണ് ഇസ്ലാം പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ സൂറത്തിലെ ഈ 5 ആയത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, പിന്നെ പഠിച്ചാൽ മതി. സമയമില്ലാത്തതുകൊണ്ടും ചുരുക്കി പറയാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയിച്ച മുഅ്മിനിനെ കുറിച്ചാ പറയുന്നത്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവൻ വിജയിക്കും. നമ്മുടെ നിസ്കാരത്തിന്റെ ഹാലെന്താ? കയ്യങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഹൈലൈറ്റ് മാളല്ലേ വരുന്നേ, അല്ലേ? അതേ വരൂ. അവിടുത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാളത്തെ മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ആർക്കിടെക്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഡോക്ടർ എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു തരണം, എൻ്റെ നിസ്കാരത്തിലെ കോൺസെൻട്രേഷന്റെ പ്രശ്നം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന പല പ്രോജക്റ്റിന്റെയും ഫൈനൽ ഡിസൈൻസ്, ഫ്ലവർ വൈസ് എവിടെ വെക്കണം, സോഫ സെറ്റ് എവിടെ ഇടണം, ഏത് കളർ വേണം എന്നൊക്കെ തീരുമാനിക്കാൻ മൂപ്പര് നിസ്കരിക്കുമ്പോഴാത്ര തീരുമാനമാവുക. അപ്പോ 4 റക്കാത്താണോ 3 റക്കാത്താണോ നിസ്കരിച്ചെന്ന് ബോധം വരാത്തൊരവസ്ഥ. ഇതൊക്കെ മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ്, സഹാബാക്കൾ സങ്കടം പറഞ്ഞിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പുട്ട് അവർ മാക്സിമം എഫേർട്ട് ടു പുട്ട് കോൺസെൻട്രേഷൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള ഈ മുലാഖാത്തിന്റെ സമയത്ത്, അള്ളാഹുവിനുള്ള കൺവെർസേഷന്റെ സമയത്ത് അത് ഖുശൂഓടുകൂടി, ഭയഭക്തിയോടുകൂടി ചെയ്യുക, നല്ല കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാൻ നമ്മൾ ഉത്തരവാദിത്തം. അവൻ സക്സസ്ഫുൾ ആയിരിക്കും. വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ, പിന്നെ പറഞ്ഞെന്താ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും. ഇത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫാമിലിയോട് സംസാരിക്കുന്ന സമയത്ത് യൂട്യൂബ് അങ്ങ് തുറന്നിട്ട് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് പഠിക്കും. ഇപ്പുറത്തെ കുടുംബത്തെ വിഷയം പറയാൻ വെമ്പി നിൽക്കുന്ന വൈഫ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചുമുണ്ട് കേട്ടോ. പല ഭർത്താക്കന്മാരും അവരുടെ ഇമോഷൻസിനെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതിനൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ റീൽസ് കണ്ട് കിടക്കുന്ന ഭാര്യമാരുണ്ട്. അപ്പോ അത് ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം. സ്ക്രീൻ ഡിപ്പെൻഡൻസി ഡിസോർഡർ എന്ന് പറയുന്ന വലിയൊരു ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുക. അവർക്ക് ഇതിങ്ങനെ യൂട്യൂബ് കണ്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലൊക്കെ പലരും ഉള്ളത്. ഡെയിലി അവിടെ സിയാറത്ത് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടേ പോകണം. ഇപ്പുറത്തൊരു പച്ച മനുഷ്യൻ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പെരടി വേദന ഉണ്ട്, അതൊന്ന് തടവി കൊടുക്കാൻ നമുക്ക് നേരമില്ല. അപ്പോ ഞാൻ ഇന്നത്തെ ഒരു സിനാരിയോയിൽ പറയുന്നത്, സോഷ്യൽ മീഡിയയിലെ ഇൻവോൾവ്മെന്റ്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ആവശ്യത്തിന് നിങ്ങൾ കണ്ടോളൂ, അതിന് ടൈം മാറ്റി വെക്കണം. ഫാമിലി ടൈം ഇസ് ഡിഫറെന്റ്. വല്ലദീനഹും ലിസക്കാത്തി ഫാഇലൂൻ, നിങ്ങളൊക്കെ ഏർണിംഗ് മെമ്പേഴ്സ് ആണ്, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പൈസ ഉള്ളവരാണ്. ഒരു കൊല്ലം നിങ്ങളുടെ സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തു വീട്ടുന്നുണ്ടോ എങ്കിൽ യു ആർ സക്സസ്ഫുൾ എന്ന് ഖുർആൻ പറയുന്നു. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിലൂൻ, അവരുടെ ബോഡി പ്രൈവറ്റ് പാർട്സിനെ സൂക്ഷിക്കുന്ന ആളുകൾ അവർ സക്സസ്ഫുൾ ആവും. ഒരു 4 ക്വാളിറ്റിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് നമ്മുടെ കൊറോണ വന്ന സമയത്ത് നമ്മളെല്ലാം പഠിച്ചൊരു സംഗതിയാണ്, ലോകം മുഴുവൻ പഠിച്ച സംഗതിയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അല്ലെ? ക്രോസ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി, നമ്മൾ വൈറസ് കയറാതിരിക്കാൻ വേണ്ടി നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ട് നടന്നു. ഓക്കെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും വലിയ റിസ്ക് തന്നെ ആയിരുന്നു. കാരണം ഞങ്ങൾ ഡെന്റിസ്റ്റുകളാണ്. ഓറൽ കാവിറ്റിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ 4 മീറ്ററും 2 മീറ്ററും അപ്പുറം നിന്നാൽ പറ്റില്ല. ഒരു വളരെ ക്ലോസ് കോണ്ടാക്റ്റിൽ പേഷ്യന്റിനോട് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് കൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നീങ്ങിപ്പോകാൻ പറ്റിയില്ല. എന്തായാലും ഈ ഡിസ്റ്റൻസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ലോകം കൊറോണയിൽ നിന്ന് പഠിച്ചു. പക്ഷേ ഈ ഡിസ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ് ലോകം കൊറോണയിൽ നിന്നാണ് പഠിച്ചെങ്കിൽ ലോകത്തിനെ ഇത് ആദ്യമായിട്ട് പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വലാ തഖറബു ഹാദിഹി ഷജറ, അല്ലെ? നീ ആ മരത്തിനെ അതിനെ അടുത്ത് പോവരുത് എന്ന് ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞ ആയത്ത് നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അതിന്റെ മറ്റൊരു വെർഷൻ എന്താണ്? കീപ് ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ്. അള്ളാഹു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞെടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടും. ദാറ്റ് ഈസ് ദ കണ്ടന്റ് ഓഫ് ദാറ്റ് സ്റ്റോറി. അപ്പൊ നമ്മൾ ഇപ്പൊ ജീവിക്കുമ്പോൾ
നമുക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് ഒരുപാട് പേഴ്സണൽ ക്ലോസ് കോണ്ടാക്ട്സ് ഉണ്ടാവാം. നമ്മുടെ സബോർഡിനേറ്റ്സും നമ്മുടെ അസോസിയേറ്റ് സ്റ്റാഫുകളും നമ്മുടെ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അവിടെ എത്ര കണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധമുണ്ടാവണം. ആ ഡിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ഫിസിക്കലി ആയാലും ഡിജിറ്റലി ആയാലും ആ ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ അവിടെ പിശാച് നിങ്ങളെ കൊണ്ട് ചതിയിൽ ചാടിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വല്ലദീനഹും അനില്ല വിമുരിലൂൻ എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞ് അനാവശ്യ ടോക്കുകളും അനാവശ്യ വിസിറ്റുകളും അനാവശ്യ സംഗതികളിൽ നിന്നും കൃത്യമായിട്ട് മാറി നിൽക്കാൻ മുഅ്മിൻ പഠിക്കേണ്ടതുണ്ട്. സോ ടു ദ കൺക്ലൂഷൻ, അടിയിലേക്ക് പോകുമ്പോൾ 2 കാര്യങ്ങളും കൂടിയാണ് എനിക്ക് പറയാനുള്ളൂ. നമ്മളൊക്കെ പ്രൊഫഷണലി ഭയങ്കര ബിസി ആയിരിക്കാം. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഒരു ഡൂയിങ് മോഡിൽ കാലത്ത് സ്വിച്ച് ഇട്ടാ വർക്ക് ചെയ്യുന്ന യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നു. ഇത് നമ്മളെ ടയേർഡാക്കും, നമ്മളെ ഡിസീസ്ഡ് ആക്കും. അതുകൊണ്ട് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഡൂയിങ് മോഡിൽ നിന്ന് ബീയിങ് മോഡിലേക്ക് മാറുക. ഹ്യൂമൻ ബീയിങ് എന്നാണ് നമ്മളെ പറയാറ്. എന്താണ് ബീയിങ് മോഡ്? രാവിലെ എഴുന്നേറ്റ് ഒരുപാട് കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ലിനിക്കിലെ കാര്യം, ഹോസ്പിറ്റലിലെ കാര്യം, വീട്ടിലെ കാര്യം, നാട്ടിലെ കാര്യം, എന്താ പറയുക, പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ, സംഘടനയുടെ കാര്യങ്ങൾ, ഇതിലൊക്കെ വേണ്ടി ഓടുകയാണ്, തിരക്കാണ്. ഇങ്ങനെ ഡൂയിങ് മോഡിൽ ജീവിക്കുന്നവന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിലാക്സ് ചെയ്യാനോ ഫാമിലിനെ കെയർ ചെയ്യാനോ ഫാമിലിക്ക് വേണ്ട പോർഷൻ കൊടുക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ബീയിങ് മോഡിലേക്ക് മാറുക എന്നാണ്. എന്താണ് ബീയിങ് മോഡ്? There are many roles you can play in life, but you know there is one role you must play to be yourself. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പിതാവാണ്, നിങ്ങളൊരു ഹസ്ബൻഡാണ്, മകനാണ്, ബ്രദറാണ്. അതുപോലെ ലേഡീസിനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ ആരാവണം? ഡോക്ടർ ആവരുത്. കുട്ടികളുടെ മുമ്പിൽ വാപ്പ ആവണം. നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ നിങ്ങൾ ഹസ്ബൻഡ് ആവണം. നിങ്ങളുടെ ഉപ്പാടെ മുമ്പിൽ നിങ്ങൾ മകനാവണം. നിങ്ങളുടെ സിസ്റ്ററുടെ മുമ്പിൽ നിങ്ങൾ ബ്രദർ ആവണം. അപ്പുറത്തും അങ്ങനെ തന്നെ. കുട്ടികളുടെ മുന്നിൽ ഇത്ര വലിയ ഗൈനക്കോളജിസ്റ്റ് അവിടെ വന്നിട്ട് വലിയ കാര്യങ്ങളല്ല പറയേണ്ടത്. കുട്ടികളുടെ മുമ്പിൽ അവർക്ക് വേണ്ട സ്നേഹം വിളമ്പിക്കൊടുക്കുന്ന അമ്മയാവണം. ഭർത്താവിന്റെ മുമ്പിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുന്ന, അവനിഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹത്തിന്റെ കനലായിട്ട്, സ്നേഹത്തിന്റെ കേദാരമായിട്ട് അവൾ മാറുമ്പോഴാണ് അവൾ വൈഫായിട്ട് മാറുക. ആൻഡ് വാപ്പാടെ മുമ്പിൽ പൊന്നു മോളാണ്, പിന്നെ ബ്രദറിന് മുമ്പിൽ പൊന്നു പെങ്ങളാണ്. ഇങ്ങനെ നമുക്ക് ലൈഫിൽ ഒരുപാട് റോൾസുകൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ എന്നെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ എന്താണ്? നമ്മൾ ബീയിങ് എ മം, ബീയിങ് ദ വൈഫ്, ബീയിങ് ദ ഡോട്ടർ, ബീയിങ് ദ സിസ്റ്റർ, അതാണ് നമ്മുടെ റോൾ. ആൻഡ് ഡൂയിങ് ദ ജോബ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ബീയിങ് എ ഹസ്ബൻഡ് ഈസ് ഡിഫറെന്റ്. ഡൂയിങ് ദ ജോബ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ വൈഫ് ആൻഡ് ബീയിങ് എ വൈഫ് ഇസ് ഡിഫറെന്റ്. പറഞ്ഞത് മനസ്സിലാവുണ്ടല്ലോ. ആ ബീയിങ് മോഡ് എക്സ്പീരിയൻസ് ചെയ്യാം. നാളെ നിങ്ങൾ ക്ലിനിക്കിൽ പോയാൽ നിങ്ങളുടെ പേഷ്യന്റ് മുമ്പിൽ ബീയിങ് എ ഡോക്ടറാണ്. ഡൂയിങ് ദ ജോബ് ഓഫ് എ ഡോക്ടർ അല്ല. ദാറ്റ് ഈസ് റോബോട്ടിക്. That is robotic. That will make you tired and diseased. And be the doctor there, and be the husband here, and be the dad there. And that is the beauty of being. And ഇതൊരു മുല്ലപ്പൂവാ. ഈ മുല്ലപ്പൂവിന്റെ നല്ല മണം അല്ലേ? അതിന്റെ വെള്ള കളറോ പച്ച കളറോ എന്തോ സൈസോ ആയിക്കോട്ടെ, അതിന്റെ ഗന്ധമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാണ് ഒരു മുസ്ലിം ആവേണ്ടത്. അവന്റെ രൂപമോ അവന്റെ ഷേപ്പോ അവന്റെ താടിയോ തലപ്പാവോ അല്ല. അതിനേക്കാൾ അപ്പുറം അവന്റെ സുഗന്ധമാണ് അവന്റെ സൊസൈറ്റിക്ക് കിട്ടേണ്ടത്. അതാദ്യം കിട്ടേണ്ടത് അവന്റെ ഫാമിലിക്കാണ്. അതുകൊണ്ട് ഈ ഓട്ടം ഇങ്ങനെ മണ്ട എന്ന് പറയില്ലേ മലപ്പുറംകാര്, ഇങ്ങനെ മണ്ടല് നിർത്തിക്കോളെ. നല്ല രീതിയിൽ ബീയിങ് മോഡിൽ ജീവിക്കാൻ നോക്കിക്കോളൂ. ബീയിങ് മോഡിന് എന്താ പ്രത്യേകിച്ച്? അത് കോൺഷ്യസ് ചോയ്സ് ആണ്. അവിടെ ഫീലിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡൂയിങ് മോഡ് ഫുൾ അനലിറ്റിക്കലായിരിക്കും. കാര്യകാരണ സഹിതം എല്ലാം കീറി മുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളായിരിക്കും. പക്ഷേ ഒരു ഓട്ടോ പൈലറ്റിംഗ് ഉണ്ടാവും അദ്ദേഹത്തിന്. ഓട്ടോ പൈലറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എല്ലാവർക്കും? ഓട്ടോ പൈലറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാ. യെസ് യെസ്. അറിയാത്ത ആളുകളുണ്ടോ ഓട്ടോ പൈലറ്റിംഗ്? യെസ്, അറിയാത്ത ആളുകളുണ്ട്. സോ ഞാൻ പറയാം. സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ ഡൈനിങ് റൂമിൽ നിൽക്കുന്നു. നിങ്ങളുടെ ബെഡ്റൂമിൽ പോയിട്ട് ഒരു സാധനം എടുക്കണം. ബെഡ്റൂമിലെ കബോർഡിൽ നിന്ന് ഒരു സാധനം എടുക്കണം. നിങ്ങൾ ഡൈനിങ് റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോയി കബോർഡ് തുറന്നു. നിങ്ങൾ പടച്ചോന് ഞാനിപ്പോൾ എന്തെടുക്കാൻ അങ്ങോട്ട് വന്നേ?
ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഇങ്ങനെ നിങ്ങൾ തിരിച്ച് ഡൈനിങ് റൂമിലേക്ക് വന്നു, നിങ്ങൾക്ക് ഓർമ്മ വന്ന് നിങ്ങൾ പോയി എടുത്തു. നമ്മൾ സെക്കൻഡ് വെച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മെമ്മറി നമുക്ക് റീക്യാപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ യാന്ത്രികമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നല്ലാതെ അതിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങൾ രാവിലെ ഒ പിയിൽ പോകുന്നു, പേഷ്യൻസിനെ കാണുന്നു, ഇഷ്ടംപോലെ പേഷ്യൻസിനെ കാണുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, പ്രൊസീജിയർ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ റോബോട്ടിക് മോഡിലാണ്. അവിടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്ന സാധനമില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഒരു റോബോട്ടിക് മോഡിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ഓട്ടോ പൈലറ്റിംഗ് എന്ന് പറയാം. അതുപോലെ ഒരു ഭർത്താവിന്റെ റോളിൽ നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഡാർക്ക് ആൻഡ് ഡ്രൈ ആവും. ഞാനിത് ഒരിക്കൽ ഒരു ക്ലാസ്സിലെടുത്തപ്പോൾ, ഒരു സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗിൽ എടുത്തപ്പോൾ ഒരു ലേഡി ഹാൻഡ്സപ്പ് ചെയ്തു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അവരുടെ വീട്ടിലെ ഫ്രിഡ്ജ് അടുക്കളയിലാണ് കിടക്കുന്നത്. അവര് ഫ്രിഡ്ജ് തുറന്നാൽ എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കും, എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും. എന്നിട്ട് ആലോചിക്കും, പടച്ചോൻ എന്തെടുക്കാനാ ഫ്രിഡ്ജ് തുറന്നതെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നു. അപ്പൊ ഞാൻ ആ ക്രൗഡിനോട് ചോദിച്ചു, ഏകദേശം മോർ ദാൻ 200 ആളുകൾ ഉണ്ടായിരുന്നു ആ ക്രൗഡിന്. അവരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരാൾക്ക് റിങ് ചെയ്യാം എന്ന് ഡയൽ ചെയ്തിട്ട് ഇങ്ങനെ ചെവിയിൽ വെക്കുക, അപ്പുറത്ത് റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡിന് മുമ്പ് നിങ്ങൾ ഡയൽ ചെയ്ത സാധനമാണ്, നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഡയൽ ചെയ്ത സാധനമാണ്, അവിടെ റിങ് ചെയ്യുന്നുണ്ട്. അയാൾ എടുക്കുന്നതിന് മുന്നേ പടച്ചോനെ ഞാൻ ആർക്കാണ് വിളിച്ചിട്ട് ഒന്നുകൂടി ഇങ്ങനെ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ഹാൻഡ്സപ്പുകൾ അവിടെ വന്നിരുന്നു. ഇതാണ് ഡൂയിങ് മോഡിൽ ജീവിക്കുമ്പോൾ സംഭവിക്കുക. നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും, നമ്മൾ ഭയങ്കര റോബോട്ടിക് ആയിട്ട് മാറും. അവിടെയാണ് ഫാമിലി ലൈഫും പേഴ്സണൽ ലൈഫും ഡ്രൈ ആവുക. So the present moment is the only moment available to us, and it is the door to all moments. So be in the present moment. Be in the present moment മാത്രമല്ല, നമ്മൾ അതിനെ ആസ്വദിക്കാൻ കൂടി പറ്റണം. അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമുക്ക് എപ്പോഴും അള്ളാഹിനെ കുറിച്ച് പ്രസന്റ് മൊമെന്റിലും എപ്പോഴും നമ്മുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവണേ എന്ന് അള്ളാഹ് പറഞ്ഞത് എന്തിനാ? അവർക്ക് മാത്രമാണ് എന്തുണ്ടാവുക? ശാന്തിയും സമാധാനവും കിട്ടുക എന്നുള്ള പറയുന്നു. സോ ബീയിങ് മോഡിന്റെ 3 പില്ലേഴ്സ് ആണ്. ഒന്ന് പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസന്റ് ടെൻസിലായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. പാസ്റ്റ് ഇസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഇസ് യെറ്റ് ടു കം. പ്രസന്റ് മൊമെന്റിലുണ്ട് അല്ലാഹു അക്ബർ വജ്ജഹതു വജ്ഹി ലില്ലദി ഫത്തറ അസ്സമാവാതി വൽ അർദ്. വേർ ആർ യു? അള്ളാന്റെ മുമ്പിലാണ്. അള്ളാഹിനോട് പറയണേ, ഞാനിതാ നിന്നിലേക്ക് ഇത് തിരിഞ്ഞു നിന്നിരിക്കുന്നു. ആകാശഭൂമിയിലെ സൃഷ്ടിച്ച പടച്ചവനെ, നിന്നിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്ത് ബ്യൂട്ടിഫുൾ ആണ്! എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാ കാര്യങ്ങളും പടച്ചവന് നിനക്കുള്ളതാ. ഇത് സ്വിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ അങ്ങോട്ട് ചൊല്ലുക, എന്നിട്ട് ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് റുക്കുവിൽ പോവുക എന്ന് പറയുന്ന റോബോട്ടിക് സ്റ്റൈലിൽ നിന്ന് ഒരു ബീയിങ് മോഡിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിന്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലതും ഉണ്ടാവും. ഖദറുകളാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ജഡ്ജ്മെന്റിന് പോവാതെ അതിനെക്കുറിച്ചൊരു അവയർനെസ്സും അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. പിന്നെ ഈ ഭൂമിയിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ സംഗതികളോടും കമ്പാഷനേറ്റ് ആയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ പിടിച്ച പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നൊക്കെ നിങ്ങൾ പഠിച്ചത്. ഒരു പക്ഷിയോട് കമ്പാഷനേറ്റ് ആയിരിക്കണം. ഇവിടെ പുഴ മലിനമാവുമ്പോൾ നമ്മൾ ശബ്ദമുണ്ടാക്കുന്നത് നമ്മുടെ പ്രകൃതിയോട് നമുക്ക് സ്നേഹം ഉണ്ടാവണം. പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അയൽവാസി ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരോട് കമ്പാഷനേറ്റ് ആയിരിക്കണം. പേഷ്യന്റ് ആരും ആയിക്കോട്ടെ, കറുത്തവനോ വെളുത്തവനോ ഏത് മതമായിക്കോട്ടെ, ദർ ഇസ് നോ ഡിഫറൻസ് ഫോർ us. അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് മാത്രം ബിഹേവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളവനാണ് ബീയിങ് മോഡിൽ ജീവിക്കുന്നവൻ എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ബീയിങ് മോഡ് നമുക്ക് നമ്മുടെ ബ്രെയിനിനകത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ സ്റ്റിമുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ സുജൂദിൽ വെക്കുന്ന ഭാഗം, പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ബ്രെയിനിന്റെ ഭാഗം, ആ ഭാഗത്ത് നമ്മളെ തിങ്കിങ് ബ്രെയിൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് അതിന്റെ സ്റ്റിമുലേഷൻ ഏറ്റവും കൂടുതൽ കിട്ടും നമ്മൾ ബീയിങ് മോഡിലേക്ക് പോയാൽ. ബെറ്റർ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടും. ഇതൊക്കെ സയന്റിഫിക് സ്റ്റഡീസ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളും ഇൻഷാ അല്ലാഹ് കേരളത്തിലെ നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ നമുക്ക് കമ്പാഷൻ കൂടും. എല്ലാവരോടും ഇപ്പൊ നമ്മൾ ഈ ടിവിയിലും മീഡിയയിലും കാണുന്ന മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിലൊക്കെ ആളുകൾ തമ്മിൽ ഡിവിഷനൊക്കെ പോയിട്ട് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് വരുന്ന വലിയൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറും.
പിന്നെ ഇൻക്രീസ് സെൻസ് ഓഫ് കാം, എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആവാൻ നമ്മളെ കൊണ്ട് പറ്റും. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ യുവർ ബ്രെയിൻ വർക്ക്സ്. നമ്മുടെ തലച്ചോറിനെ കുറിച്ച് നമുക്കൊരു അത് നമ്മുടെ കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, രാവിലെ എഴുന്നേറ്റ് കോട്ടും സൂട്ടും ഇട്ട് ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം വരെ പണിയെടുത്ത് വന്ന് റിലാക്സ് ചെയ്തിരുന്ന ഒരു മനുഷ്യനോട് ഈ ഡൂയിങ് മോഡിൽ നിന്ന് ബീയിങ് മോഡിലേക്ക് വായോ എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? അതിന്റെ റിസൾട്ട് ഇൻക്രീസ്ഡ് ഫോക്കസ് ആൻഡ് പെർഫോമൻസ്. ഒരു സർജൻ ആണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ആൻഡ് യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ്. ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇഫ് യു ലിവ് ഇൻ ദ ബീയിങ് മോഡ്. സ്കിൽഫുൾ റെസ്പോൺസ് ടു ഡിഫിക്കൽട്ട് ഇമോഷൻസ്. എല്ലാ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമോഷൻസിനോടും വളരെ നല്ല രീതിയിൽ പ്രതികരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇൻക്രീസ്ഡ് എംപത്തി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും എംപത്തറ്റിക്കൽ ആവാനും നമ്മളെ കൊണ്ട് പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നാച്ചുറൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് നമ്മളിൽ കൂടും. ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടാവും, അവിടെയൊക്കെ നമുക്കത് റെസൊല്യൂഷൻ സ്കിൽസ് നമ്മളിൽ കൂടി വരും. പിന്നെ ഹാപ്പിയർ ആയിരിക്കും, ഹെൽത്തിയർ ആയിരിക്കും. ആൻഡ് ഹു ക്യാൻ വർക്ക് ആൻഡ് ലേൺ എഫിഷ്യൻ്റ്ലി. വർക്ക് ചെയ്യുകയും ചെയ്യും, ഒപ്പം ലേൺ ചെയ്യുകയും ചെയ്യും. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തിയർ ആയിട്ട് വളരാൻ ഈ ബീയിങ് മോഡിൽ ജീവിക്കുന്നത് നമ്മളെ സഹായിക്കും എന്ന് മനസ്സിലാക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഫാമിലി ലൈഫ് ഇസ് ഫാമിലി ലൈഫ്. ഹസ്ബൻഡ് ഇസ് ഡിഫറെന്റ്, വൈഫ് ഇസ് ഡിഫറെന്റ്. യു കാൺട്ട് സ്റ്റോപ്പ് ദ വേവ്സ് ബട്ട് യു ക്യാൻ ലേൺ ടു സർഫ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. സർഫ് ചെയ്തോളണം, ഫാലും അല്ല. ഈ കാണുന്ന ഭീകരമായ തിരമാലയിലൂടെ അതിനകപ്പെടാതെ അതിലൂടെ ജീവിക്കാൻ എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇസ്ലാം ഫാമിലി ലൈഫിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് യു ഹാവ് ടു ഓപ്പൺ ആൻ ബാങ്ക് അക്കൗണ്ട്. ഇന്ന് തുടങ്ങണം. ഈ കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആവണമെങ്കിൽ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. നിങ്ങളുടെ വൈഫിന്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഡിസ്റ്റൻസ് അനുസരിച്ച് ഏത് വ്യക്തിയുടെ ഹൃദയത്തിലാണോ, യു ക്യാൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് യു ക്യാൻ ഡെപ്പോസിറ്റ്. ഒരു ബാങ്കിൽ പോയിട്ട് 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 2 ലക്ഷം രൂപ ചോദിച്ചാൽ കിട്ടുമോ? കിട്ടൂല. കിട്ടണമെങ്കിൽ പലിശ കൊടുക്കണം, അല്ലേ? നമുക്കത് പാടില്ല താൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്തേ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഫാമിലി റിലേഷൻഷിപ്പിൽ യു ട്രൈ ടു ഡെപ്പോസിറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. കാരണം ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് വഴക്ക് പറയേണ്ടി വരും. കാരണം ചിലപ്പോൾ അവരുടെ കളി അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വഴക്ക് പറയേണ്ടി വരും. അതൊരു വിത്ഡ്രോവൽ ആണ്. ഒരു 10,000 കൊണ്ട് വിത്ഡ്രോ ചെയ്യും. പക്ഷെ 10 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തതിന് 10,000 വിത്ഡ്രോ ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കൂല. പക്ഷെ എന്നും വിത്ഡ്രോവൽ മാത്രമേ ഉള്ളൂ. ചായക്ക് കുറ്റം, ചോറിന് കുറ്റം, അത് ചെയ്തതിന് കുറ്റം, എല്ലാത്തിനും കുറ്റം മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ, വിത്ഡ്രോവൽ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ അവസാനം ഔട്ട് ഓഫ് ബാലൻസ് ആയിട്ട് പോകും റിലേഷൻഷിപ്പ്. സോ ഹൗ ക്യാൻ യു ഡിപ്പോസിറ്റ്? കൈൻഡ് ആവോ, കേർട്സി ആവോ, ഈ പറയുന്ന പോയിന്റുകളെല്ലാം അവരോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറുകയും ഏറ്റവും നന്നായിട്ട് അവർക്ക് വേണ്ട പോസിറ്റീവ് എനർജികൾ കൊടുക്കുകയും ചെയ്യുന്നതോട് അവരുടെ അടുത്തുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് എന്ത് നല്ല ഡെപ്പോസിറ്റുകൾ കൊണ്ടുവരാൻ പറ്റും. ഡോക്ടർ അബ്ദുറഹ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരുപക്ഷെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റിലേഷൻഷിപ്പ് കോച്ച് എന്ന്. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു കോച്ച് യു. ട്രൈ ടു ഡെപ്പോസിറ്റ് ഫ്രം ദിസ് മൊമെന്റ്. ഇന്നിപ്പോ രാത്രി ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഇന്നത്തെ നൈറ്റ് നിങ്ങൾ തുടങ്ങണം ഡെപ്പോസിറ്റ്. കാരണം എപ്പോഴെങ്കിലും വിത്ഡ്രോവൽ വേണ്ടി വരും. ആ വിത്ഡ്രോവൽ ഒരു പ്രശ്നമാവാതിരിക്കാൻ നിങ്ങൾ അവരുടെ റൂഡായിട്ട് ഹാർഷായിട്ട് പെരുമാറും. ദാറ്റ് ഇസ് എ വിത്ഡ്രോവൽ. കാരണം അവർക്ക് വിഷമാവും. അത് പ്രോമിസസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അഹങ്കാരം എന്തൊന്നും കാണിക്കാൻ പാടില്ല, അറഗൻസ് കാണിക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും കാണിച്ചാൽ അത് വിത്ഡ്രോവൽ ആണ്. പക്ഷെ നല്ലൊരു ഡെപ്പോസിറ്റ് ഇപ്പുറത്തുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇടക്കൊക്കെ നമുക്കൊന്ന് വിത്ഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഇഫ് യു മേക്ക് മോർ വിത്ഡ്രോവൽസ് ദാൻ ഡെപ്പോസിറ്റ്സ് ഇൻ യുവർ ലൈഫ്, യു വിൽ ബി ഔട്ട് ഓഫ് ബാലൻസ്. ഔട്ട് ഓഫ് ബാലൻസ് ഇങ്ങനെ ഇരിക്കും, പോകാൻ തുടങ്ങും. എന്തപ്പം ഉണ്ടായി? ഇത്ര പഠിച്ചു, ഇത്ര കഷ്ടപ്പെട്ടു, വലിയ ഡോക്ടറായി, വലിയ ആളായി, എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്രീസിയേഷൻ കിട്ടുന്നില്ല. വിത്ഡ്രോ ചെയ്ത് അക്കൗണ്ട് ഔട്ട് ഓഫ് ബാലൻസ് ആയി പോകുന്ന പല ആളുകളും ജീവിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങനെയാ, സൺഡേ മൺഡേ ആയിട്ടാ ജീവിക്കുക. മനസ്സിലായോ? സോ ഈ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അത് ജീവിതത്തിലെ പോസിറ്റീവ് മൊമെന്റ്സിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പോസിറ്റീവ് മൊമെന്റ്സ് എന്ന് പറയുന്ന ലൈഫിൽ വലിയൊരു സേവിങ് ആണ്. അവസാനം 90 വയസ്സാവുമ്പോഴും ഈ ബാങ്ക് അക്കൗണ്ട് സ്ട്രോങ് ആണെങ്കിൽ യു വിൽ ഹാവ് പോസിറ്റീവ് മൊമെന്റ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സോ ബിൽഡ് യുവർ ലൈഫ് വിത്ത് ഹാപ്പിനെസ്. എന്താണ്? വാട്ട് ആർ ദ ഹാപ്പി ഹോർമോൺസ്? യു നോ ബെറ്റർ ദാൻ മീ. ആ ഹാപ്പി ഹോർമോൺസിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം. അതൊരു കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ്സ് എ ഫാമിംഗ്. ഈ റിലേഷൻഷിപ്പ് ഇറ്റ്സ് എ ഫാമിംഗ്. എങ്കിലേ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ ഗ്രോ ഇറ്റ് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി വെറെവർ യു വാണ്ട്. പക്ഷെ അതിന് വളമിടണം, അതിന് വെള്ളം കൊടുക്കണം, അതിനെ വളർത്തിക്കൊണ്ടുവരണം, സൺലൈറ്റ് കൊടുക്കണം. റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയാണ്.
വെളിച്ചം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, വളം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, വെള്ളം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. അതൊന്നും കൊടുക്കാതിരുന്നാൽ ഇത് വളരൂല എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദീസ് ആർ ദ 4 things. These are the 4 main happy hormones you know better than me. Dopamine, oxytocin, serotonin and endorphin. അറിയാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് റഫർ ചെയ്ത് പഠിക്കുക. എങ്ങനെയാണ് ഡോപ്പമിൻ, എൻ്റെ വൈഫിന്റെ ഡോപ്പമിൻ കൂട്ടുക അങ്ങനെയാണ്. ഡോപ്പമിൻ ഇസ് ജസ്റ്റ് എന്താ പറയാ, റിവാർഡ് ഹോർമോൺ ആണ്. നമ്മളൊരു നല്ല ചെമ്മീൻ ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ അതൊരു അപ്രീസിയേഷൻ ആണ്. അവൾ ചെയ്ത നല്ലതിനെ നീ പ്രകീർത്തിക്കണമെന്ന് നേരത്തെ പഠിച്ചില്ലേ നമ്മൾ, അത് ചെയ്യുക. അവിടെ നല്ല ഡെപ്പോസിറ്റ് വരും, ഡോപ്പമിൻ സെക്രറ്റ് ചെയ്യും, ഷീ വിൽ ബി ഹാപ്പി. ഓക്സിറ്റോസിൻ ഇസ് എ ട്രസ്റ്റ് ഹോർമോൺ. എന്റെ ഭർത്താവ് അള്ള പറയാത്ത ഒരു കാര്യവും ചെയ്യൂല, അള്ള പറഞ്ഞതനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരു ഭാര്യയ്ക്ക് എങ്ങനെ വേണേലും ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റും, തിരിച്ചും ഭർത്താവിനും പറ്റും. ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് വിൽ ബി ഹാപ്പിയർ. ആൻഡ് സെറട്ടോണിൻ, വെൽബീയിങ്, അവരുടെ അവസ്ഥകളിൽ നല്ല അവസ്ഥകൾ സൃഷ്ടിക്കുക. ഈവൻ ഇസ്ലാമിനകത്ത് സുഗന്ധത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു, അല്ലെ ക്ലെൻലിനെസ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. യുവർ ബോഡി സ്മെൽ, യുവർ ഓറൽ കാവിറ്റി ഹൈജീൻ, എവറിത്തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റിലേഷൻഷിപ്പ്. അപ്പോൾ വെൽബീയിങ് ഉണ്ടാക്കുക, ഹാപ്പിനെസ് ഉണ്ടാക്കുക, സെറട്ടോണിൻ ഹോർമോൺ സെക്രീഷൻ ഉണ്ടാക്കുക. ആൻഡ് എൻഡോർഫിൻ സെക്രീഷൻ. എൻഡോർഫിൻ നമ്മൾ വൈഫിന് വേണ്ടി നമ്മൾ പെയിൻ എടുക്കാൻ തയ്യാറാണ്. ആൻഡ് ദാറ്റ് വിൽ മേക്ക് ഹെർ ഹാപ്പി ആൻഡ് ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ആളൊരു കാര്യം ചെയ്യുമ്പോൾ ദേ ഹാവ് സച്ച് എ ബിഗ് എമൗണ്ട് ഓഫ് എൻഡോർഫിൻ ഇൻ ദെയർ ബോഡി. അപ്പോഴാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാനത് ചെയ്യുന്നു എന്നത് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അവരുടെ ബോഡിയിൽ അത്ര എൻഡോർഫിൻ ഉണ്ടാവണം. അല്ലെങ്കിൽ എല്ലാ പെയിൻ എടുക്കലും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ദേ വിൽ നോട്ട് ബി ഹാപ്പി. And if they want to be happy, they have to secrete all these things. So this is the responsibility of a husband to look into that these hormones are properly secreted in my wife's body. And the wife should see that it is properly there in my husband's body. Then things will be okay. And think and speak about what you want. നമുക്ക് എന്താ വേണ്ടത്? സക്കീനത്തോടു കൂടി ജീവിക്കണം. അള്ള പറഞ്ഞ സൂറത്ത് റൂമിലെ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് എനിത്തിങ് ഇൻ യുവർ ലൈഫ്, ചേഞ്ച് ദ ചാനൽ ഓഫ് യുവർ തോട്ട്സ്. ഇതുവരെ ചിന്തിച്ചതൊക്കെ മാറണം. ഈ ലോകം എങ്ങനെയാണ്, ന്യൂ ജനറേഷൻ എങ്ങനെയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ ഖുർആൻ എന്നും ഒരുപോലെയാണ്. അതിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഉണ്ടാവും. ജസ്റ്റ് അപ്ലൈ ദാറ്റ് ഇൻ ടു യുവർ ലൈഫ്. യു വിൽ സീ ദ ചേഞ്ച് ആൻഡ് സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് ഗുഡ് ഫീലിംഗ്സ്. ദാറ്റ് വിൽ ഡ്രോ ടു യു മോർ ഗുഡ് ഫീലിംഗ്സ്. അള്ള തന്ന വൈഫാണ്, അള്ള തന്ന ഹസ്ബൻഡാണ്. സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് ഇറ്റ്. നൗ ഇറ്റ്സ് എ ടുഡേ നൈറ്റ് സെറ്റപ്പ് ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. ആൻഡ് ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൻഡ് ടു യുവർ പാരന്റ്സ്. നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് ഇന്ന് ഇരുന്ന് കേൾക്കുന്നത് നിങ്ങളുടെ പാരന്റ്സ് അത്ര നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി, രണ്ട് സൈഡിലെ പാരന്റ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം. ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ്, ശുക്ർ അള്ളാഹിനോട് കാണിക്കുക. ആൻഡ് ദ സ്ട്രഗിൾ ഓഫ് ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ ഫാമിലി ലൈഫ് വിൽ എൻഡ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്. ഉള്ളതിനെ കുറിച്ച് തൃപ്തി ഉണ്ടാവും, ഇല്ലാത്തതിനെ കുറിച്ച് സങ്കടം പറയാലല്ല ലൈഫിലുണ്ടാവുക. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് ഓഫ് ലൈഫ് ഈസ് നോട്ട് ബ്രീത്തിങ്, eating and sleeping. It is to find out who you really are. നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷമാണ് വാട്ട് ഈസ് ദ ബിസിനസ് ഓഫ് യുവർ ലൈഫ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരാമെന്നല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. ബിക്കോസ് യു നോ ബെറ്റർ ദാൻ മീ. ഞാൻ ഉദ്ദേശിച്ചൊരു സംഗതി ജസ്റ്റ് ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ആൻഡ് ട്രാൻസ്ഫോം യുവർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അള്ളാന്റെ ദീനിൽ പറഞ്ഞ ഈ ലേണിങ്സ് വെച്ച് നിങ്ങൾ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യണം. ബിക്കോസ് അള്ളാന്റെ ദീന് നിങ്ങൾക്ക് വളരെ മനോഹരമായ പരവതാനി വിരിച്ചു തന്നിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് പോകാൻ. വൈഫിന്റെ തൃപ്തി, ഭർത്താവിന്റെ തൃപ്തി, ഇതെല്ലാം സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ജസ്റ്റ് ബി റെഡി ഫോർ ദ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. ബി റെഡി ഫോർ ദ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. ഇന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, പടച്ചവനെ എൻ്റെ ലൈഫ് നീ മാറ്റിത്തരണേ, ട്രാൻസ്ഫോം ചെയ്തിരണേ എന്നെ നീ. എന്നിട്ട് യു ഷുഡ് ബി ദ എക്സാമ്പിൾ ഫോർ ദ സൊസൈറ്റി. ലെറ്റ് ദ സൊസൈറ്റി ലേൺ ഫ്രം യു what is Islam and how is Islam. That is your responsibility. May Allah subhanahu wa ta'ala bless you all in abundance. Allah subhanahu wa ta'ala ഇതുവരെ നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മൾ ഇന്ന് സ്വീകരിച്ച് നമ്മളെല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. So let us go for the group discussion.
Over to the coordinator. You can handle now. അബ്ദുറഹ്മാൻ ഉണ്ടോ? നിസാം ഡോക്ടർ ഇല്ലേ അവിടെ? ഹലോ, നിസാം ഡോക്ടർ ഇല്ലേ? Yes, sir. Yes, sir. We'll have a few minutes. ആർക്കെങ്കിലും എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ക്വറീസ് ഉണ്ടെങ്കിൽ we'll answer that. ഇൻഷാല്ലാ. അബ്ദുറഹ്മാൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇടയ്ക്ക് എന്തോ കോൾ വന്നപ്പോൾ ഈ ഗൂഗിൾ മീറ്റിൽ നിന്ന് ഔട്ടായി. പിന്നെ 100 പേര് തികഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. And he is an orthopedic surgeon, right? Yes, he is an orthopedic surgeon. ഷെയ്ഖ് സാഹിബിന്റെ മരുമാനല്ലേ? അതെ. Yes, okay, fine. എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടാവും. Okay, my dear friends, എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആൻഡ് ഇഫ് യു വാണ്ട് സംതിങ് ടു സേ ദാറ്റ് ഐ ഷുഡ് കറക്റ്റ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ വെൽക്കം. നിഷാന്ത്, യെസ്, ജസാക്കല്ല, ഞാൻ കണ്ടു നിങ്ങളുടെ കമന്റ്. സംശയങ്ങളൊന്നും ഇല്ലാന്ന് ഒക്കെ മനസ്സിലായി തോന്നുന്നു, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ തുടങ്ങല്ലേ പുതിയ ജീവിതം? ആർ യു റെഡി? ഇൻഷാല്ലാ, എല്ലാവരും തിരിച്ച് ഹണിമൂൺ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുക്കുക. കാരണം ഇത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും എനിക്ക് നേരിൽ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഒരു ദിവസം അതിനുള്ളൊരു വേദി കിട്ടുമ്പോൾ ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ ഇതൊരു ഓൺലൈൻ സെഷനിൽ ഒരു ഇൻട്രഡക്ഷൻ ആണ് എന്നോട് പറഞ്ഞത്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഐ ഹാവ് ഗോൺ ബിയോണ്ട് ദ ടൈം. ഞാൻ ഒരു ഹാഫ് ആൻ അവർ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ്, ഞാൻ എൻ്റെ മൈക്ക് ഞാൻ നിസാം സാറിന് ഒഴിഞ്ഞു കൊടുക്കുന്നു. സർ, യു ക്യാൻ കൺട്രോൾ ദിസ് തിങ് ആൻഡ് കൺക്ലൂഡ്. ഓക്കെ, ഇൻഷാല്ലാ. വളരെ ചിന്തോദ്ദീപകമായൊരു സെഷനായിരുന്നു ഡോക്ടർ അബ്ദുൽ ലത്തീഫ് സാർ നമുക്കായിട്ട് നടത്തിയത്. അപ്പോൾ തിരിച്ച് എല്ലാവരും ഒരു ഹണിമൂൺ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയ പ്രതീതിയാണ് ഉണ്ടായത്. ഇൻഷാല്ലാ നമ്മുടെ മനസ്സിലെല്ലാം ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഈ ടോക്ക് ഉണ്ടാക്കട്ടെ. അതനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് പുനഃക്രമീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഷാഹിന മുനീർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. താഹിറ റഫീഖ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുള്ളതാണെങ്കിൽ സാർ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ചോദിച്ചോളൂ. ഇൻഷാല്ലാ. ഷാഹിന മുനീർ, അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ സാറേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ട്. അബിന നൗറിൻ, ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെയും കരിയറിസത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക് പ്രസ്ഥാനം കഴിഞ്ഞ മാസം ഡിസംബറിൽ തണലാണ് കുടുംബം എന്ന ക്യാമ്പയിൻ വളരെ ശക്തമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ വിവാഹം എന്നുള്ളത് നമ്മുടെ കരിയറിനെ ബാധിക്കും, അത് നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നെല്ലാം വിശ്വസിക്കുന്ന ഒരു പുതുതലമുറ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ആധുനിക ജീവിതത്തിലും ആധുനിക ഫിലോസഫിയിലും കുടുംബം, മാരീഡ് ലൈഫ്, ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ വാല്യൂസ് ഇല്ല. അത് എല്ലാത്തിനെയും കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആധുനികത എല്ലാത്തിനെയും കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ആതിഥേയത്വം, ഹോട്ടൽ ബിസിനസ്, അതുപോലെ കുടിവെള്ളം, ആരോഗ്യം, എല്ലാം ഒന്നൊന്നായി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കൊമേഴ്ഷ്യലൈസ് ചെയ്യും. അതേപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാത്ത എല്ലാത്തിനെയും അവമതിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തെയും ഫാമിലി വാല്യൂസിനെയും ജനറൽ വാല്യൂസിനെ മൊത്തത്തിലും വില കുറച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സന്തോഷം അത് കുടുംബജീവിതത്തിൽ നിന്നാണ് വരുന്നത്. ഭാര്യ റിലേഷൻ എന്നാണ്, അർത്ഥവത്തായ റിലേഷൻ എന്നാണ് വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കേണ്ടത് എന്ന ശക്തമായ മെസ്സേജാണ് ഇസ്ലാം നമുക്ക് മുന്നോട്ട് വെച്ചത്. അബ്ദുൽ ലത്തീഫ് സാർ വളരെ ഹൃദ്യമായ ഭാഷ നമ്മോട് പറഞ്ഞത്. അപ്പോൾ എന്നാൽ ഏത് രീതിയിലാണ് ഈ ഇസ്ലാമിൻ്റെ മെസ്സേജിനെ ഉപയോഗിച്ച് ഫാമിലി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരു അന്വേഷണത്തിലായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് ഈ കാര്യങ്ങൾ
പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ നമ്മുടെ ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി അദ്ദേഹത്തെ ഈ വിഷയത്തിലും തങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആർക്കെങ്കിലും അദ്ദേഹത്തെ സമീപിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്യുകയും പേഴ്സണലി അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ഞാൻ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു വളരെ ഹൃദ്യമായൊരു ടോക്ക് നമുക്കായിട്ട് പറഞ്ഞു തന്ന അബ്ദുൽ ലത്തീഫ് സാറിന് EMFൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഈ ടോക്കിൽ എൻ്റർ ചെയ്യാൻ സാധിച്ചു, പലർക്കും എൻ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 100-നപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ ആളുകൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത ഒരു പരിപാടി ആകുമ്പോഴേക്കും നമ്മൾ EMFൻ്റെ ഇത് 2ാമത്തെ മന്ത്ലി വെബിനാറാണ്. ഇതുപോലെ അടുത്ത പരിപാടിക്ക് ഇൻഷാല്ലാ നമുക്കൊരു പെയ്ഡ് വെർഷൻ ഗൂഗിൾ മീറ്റ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു.